السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين وعلى من اتبعهم بإحسان إلى يوم الدين أما بعد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. واجعل لي لسان صدق في الآخرين واجعلني من ورثة جنة النعيم واغفر لأبي إنه كان من الضالين. ولا تخزني يوم يبعثون يوم لا ينفع مال ولا بنون إلا من أتى الله بقلب سليم وأزلفت الجنة للمتقين وبرزت الجحيم للغاوين وقيل لهم أين ما كنتم تعبدون من دون الله فهل ينصرونكم أو ينتصرون فكبكبوا فيها هم والغاوون وجنود إبليس أجمعون. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ ഒരു പ്രാർത്ഥനയാണ് ഇത്. നമ്മൾ അത് തുടങ്ങി വെച്ചത് അവിടുന്നാണ്. അത് അവരുമായുള്ള സംഭാഷണത്തിൽ നിങ്ങൾ എന്തിനെയാണ് ആരാധിക്കുന്നത്, നിങ്ങൾക്ക് വല്ല ഉപകാരമോ ഉപദ്രവമോ ചെയ്യുമോ, നിങ്ങൾ വിളിച്ചു തേടുന്ന ഈ വസ്തുക്കൾ എന്തെങ്കിലും ചെയ്തു തരാൻ കഴിയുമോ എന്ന് ചോദിച്ചപ്പോൾ അതൊന്നും ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ, ഞങ്ങളുടെ പിതാക്കന്മാർ ഇങ്ങനെ ചെയ്തതായി ഞങ്ങൾ കണ്ടു, അത് ഞങ്ങളും ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ എന്നാണ് അവർ പറഞ്ഞത്. ഇസ്ലാമിൽ പിതാക്കന്മാർ ചെയ്തത് നമ്മൾ ചെയ്യണം എന്നോ അല്ലെങ്കിൽ നമ്മൾ ചെയ്തത് നമ്മുടെ മക്കൾ ചെയ്യണമെന്നോ ഇസ്ലാമിലില്ല. പാരമ്പര്യം ഇസ്ലാമിലുണ്ട്. പിതാക്കന്മാരുടെ പാരമ്പര്യം നമ്മൾ ഉൾക്കൊള്ളണം, അത് നമ്മൾ പറയുകയും വേണം. നമ്മളെ വാപ്പാൻ്റെ പാരമ്പര്യം നമ്മൾ എതിർത്ത് പറയുന്നത് ശരിയല്ല. വാപ്പ അവിശ്വാസിയാണെങ്കിൽ പോലും ഞാൻ അയാളുടെ മകനാണ് എന്ന് തന്നെയാണ് നമ്മൾ പറയേണ്ടത്. പിതാവിലേക്കല്ലാതെ മക്കളെ ചേർത്ത് പറയുന്നത് കുഫറാണ് എന്നാണ് നബി പഠിപ്പിച്ചത്. എന്നാൽ ദീനിൻ്റെ കാര്യത്തിൽ പിതാവോ മക്കളോ ഭാര്യയോ ഭർത്താവോ എന്നൊന്നും വ്യത്യാസമില്ല. ദീനിൻ്റെ കാര്യത്തിൽ നമ്മളൊക്കെ ഇൻഡിവിജ്വലുകളാണ്, നമ്മളൊക്കെ സ്വയം വ്യക്തികളാണ്. നമ്മളെ ദീന് ലക്കും ദീനുക്കും വലിയ ദീൻ എന്ന് പറഞ്ഞല്ലോ. ആരും ആരുടെയും കുറ്റം ഏറ്റെടുക്കേണ്ടി വരില്ല. പിതാവ് നല്ലയാളാണ് എന്നതുകൊണ്ട് മക്കൾക്ക് അതൊരു ഗുണവും ചെയ്യില്ല. മക്കൾ നല്ലയാളാണ് എന്നതുകൊണ്ട് ഉപ്പാക്കും അതൊരു ഗുണവും ചെയ്യില്ല. അതാണ് നബിമാരുടെ ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നത്. ലൂത്ത് നബി അലൈഹി സ്വലാം അള്ളാഹുവിൻ്റെ പ്രവാചകനായിരുന്നു. എന്നാൽ അദ്ദേഹത്തിൻ്റെ ഭാര്യ അള്ളാഹുവിൻ്റെ ശത്രുവായിരുന്നു. ഫിറഔൻ അള്ളാഹുവിൻ്റെ ശത്രുവായിരുന്നു. അയാളുടെ ഭാര്യ അള്ളാഹുവിൻ്റെ ഏറ്റവും മുഖറബായ ഒരു വലിയത്തായിരുന്നു ആസിയ റളിയല്ലാഹു അൻഹ. അതുപോലെ പിന്നെ ഒരുപാട് നബിമാർ, നോഹ് നബി അലൈഹി ഇസ്ലാമിൻ്റെ മകൻ അള്ളാഹുവിൻ്റെ ശത്രുവായിരുന്നു. നോഹ് നബി അള്ളാഹുവിൻ്റെ മുർസലീങ്ങളിൽപ്പെട്ട ആദ്യത്തെ മുർസലാണ്. ഇത് ഒരുപക്ഷെ അങ്ങനെ അള്ളാഹു ആ ചരിത്രം നമ്മളെ പഠിപ്പിച്ചത് തന്നെ ഒരു പാരമ്പര്യം നമ്മൾ ഈ വിഷയത്തിൽ പാലിക്കേണ്ടതില്ല. പിതാക്കന്മാരൊക്കെ നമ്മളാളുകൾ ചോദിക്കാറുണ്ട്,
നമ്മളെ ബാപ്പാമാരും വല്യാപ്പാരൊക്കെ മൗലൂദുർ റാത്തീബും ചൊല്ലിയെന്നല്ലോ, അവർ നേർച്ച നടത്തിയിരുന്നല്ലോ. എന്നിട്ട് അവർക്കൊന്നും അറിയാത്ത ഒരു കാര്യം നിങ്ങൾ പറയേണ്ടതുണ്ടോ? നിങ്ങൾ പറയണോ? അല്ലെങ്കിൽ അതല്ലേ പുത്തൻ വാദം എന്ന് അത് നമുക്കറിഞ്ഞുകൂടാ. അവർ ചെയ്തിരുന്ന കാര്യങ്ങൾ തെറ്റാണെങ്കിൽ അവർക്കതിൻ്റെ കുറ്റം കിട്ടും, അവർ ചെയ്തിരുന്നത് ശരിയാണെങ്കിൽ അതിൻ്റെ ഗുണവും കിട്ടും. തിൽക്ക ഉമ്മത്തുൻ ഖദ് ഖലത് ലഹാ മാ കസബത് വലക്കും മാ കസബത്തും വലാ തുസ്അലൂന അമ്മാ കാനൂ യഅമലൂൻ. അവർ കഴിഞ്ഞു പോയ ഒരു സമൂഹം, അവർ ചെയ്തത് അവർക്കുണ്ട്, നിങ്ങൾ ചെയ്തത് നിങ്ങൾക്കുണ്ട്. അപ്പോൾ അതാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാം ഇവിടെ പറഞ്ഞത്. അത് ഞങ്ങളുടെ പിതാക്കന്മാർ അങ്ങനെ ചെയ്യുന്നതായി കണ്ടതാണ്, ഞങ്ങളും അങ്ങനെ ഈ ബിംബങ്ങളോട് ആരാധിക്കാനും പ്രാർത്ഥിക്കാനുമുള്ള കാരണം എന്ന് പറഞ്ഞപ്പോൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാം അവരോട് ചോദിച്ചു, അഫറഅയ്തും മാ കുൻതും തഅ്ബുദൂൻ അൻതും വ അബാഉകുമുൽ അഖ്ദമൂൻ, നിങ്ങൾ ആരാധിക്കുന്ന ഈ വസ്തുക്കൾ നിങ്ങളും നിങ്ങളുടെ പിതാക്കൾ പൂർവിക പിതാക്കളും ആരാധിക്കുന്നതിനെ പറ്റി എനിക്ക് പറഞ്ഞു തരിക. ഫഇന്നഹും അദുവ്വുല്ലി, അവർ എൻ്റെ എതിരാളികളാണ്, ഇല്ലാ റബ്ബുൽ ആലമീൻ ഒഴികെ. നിങ്ങൾ ആരെ ആരാധിച്ചാലും അവരെൻ്റെ ശത്രുവാണ് എന്ന് പറഞ്ഞാൽ ആ ആരാധിക്കപ്പെടുന്ന ആളുകളെ ഞാൻ ആരാധിക്കുകയില്ല, ആരാധിച്ചിരുന്നവരെ ഞാൻ അനുസരിക്കുകയുമില്ല. റബ്ബുൽ ആലമീനെ മാത്രമാണ് ഞാൻ ആരാധിക്കുക. ഈ റബ്ബുൽ ആലമീൻ ആരാധ്യനായിരിക്കാനുള്ള ഗുണങ്ങൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാം പഠിപ്പിച്ചു. ഇത് നമ്മളിപ്പോൾ മനസ്സിലാക്കിക്കൊണ്ടൊരു കാര്യമാണ്. പ്രാർത്ഥിക്കപ്പെടാൻ, ദുആ ചെയ്യപ്പെടാൻ, അതുപോലെ ആരാധനകൾ അർപ്പിക്കപ്പെടാൻ ആരായിരിക്കണം എന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാം പഠിപ്പിച്ചു. അദ്ദേഹമാണല്ലോ തൗഹീദ് നമ്മളെ പഠിപ്പിച്ചത്. ആരാണത്? അല്ലദീ ഖലഖനി ഫഹുവ യഹ്ദീൻ. സ്രഷ്ടാവ് ആരാണോ അവനെയാണ് ആരാധിക്കേണ്ടത്, അവനോടാണ് പ്രാർത്ഥിക്കേണ്ടത്. നമ്മളെ സൃഷ്ടിച്ചത് ആരാണോ. അപ്പോൾ ഈ മഹാന്മാരും ഔലിയാക്കളും സാലിഹീങ്ങളും ശുഹദാക്കളും അവരാരും നമ്മളെ സൃഷ്ടിച്ചവരല്ല. അവരെ അള്ളാഹു സൃഷ്ടിച്ചു, നമ്മളെ അള്ളാഹു സൃഷ്ടിച്ചു. അവരല്ലാഹുവിനെ ആരാധിക്കുന്നു, നമ്മൾ അള്ളാഹുവിനെ ആരാധിക്കുന്നു. സ്രഷ്ടാവിനെയാണ് ആരാധിക്കേണ്ടത്. ഖലഖനി, എന്നെ സൃഷ്ടിച്ചവൻ, ഫഹുവ യഹ്ദീനി, എനിക്ക് വഴി കാണിച്ചു തന്നവൻ. അത് നമ്മൾ സത്യസന്മാർഗം കാണിച്ചു തന്നാലും നമ്മളെ സൃഷ്ടിപ്പിൽ അള്ളാഹു നമുക്കൊരു വഴി കാണിച്ചു തന്നിട്ടുണ്ട്. നമ്മളെ സൃഷ്ടിപ്പിൽ നമ്മൾ കുഞ്ഞായിരുന്ന കാലത്ത് തന്നെ എങ്ങനെയാണ് എന്തൊക്കെയാണെന്നുള്ള ഒരു പ്രകൃതിദത്തമായ ഒരു ഹിദായത്ത് നമുക്ക് അള്ളാഹു നൽകിയിട്ടുണ്ട്. ഉമ്മയുടെ മുലപ്പാൽ എങ്ങനെ കുടിക്കണമെന്ന് ആരും നമ്മളെ പഠിപ്പിച്ചതല്ല. അവിടുന്ന് അങ്ങോട്ട് നമ്മളെ മലമൂത്ര വിസർജനം മുതൽ ഒരുപാട് പ്രകൃതിപരമായ ഒരുപാട് വഴികൾ നമുക്ക് അള്ളാഹു തോന്നിപ്പിച്ച് തന്നിട്ടുണ്ട്. പിന്നെ നമ്മൾക്ക് പ്രായപൂർത്തി എത്തിയതിൻ്റെ ശേഷം ശരിയും തെറ്റും വേർതിരിച്ചു കൊണ്ടുള്ള വഴിയും കാണിച്ചു തന്നിട്ടുണ്ട്. ഇതൊക്കെ അള്ളാഹുവാണ്. അങ്ങനെയുള്ള സ്രഷ്ടാവിനെ മാത്രമേ ആരാധിക്കാവൂ, ഞാൻ ആരാധിക്കുകയുള്ളൂ. വല്ലദീ ഹുവ യുത്ഇമുനി വയസ്ഖീൻ, എനിക്ക് ആഹാരം തരുന്നവനെയും എനിക്ക് വെള്ളം, സഖാ എന്ന് പറഞ്ഞാൽ കുടിപ്പിക്കുക, എന്നെ കുടിപ്പിക്കുന്നവൻ, അതായത് വെള്ളം തരുന്നവനെയും. അപ്പോൾ ആകാശത്ത് നിന്ന് വെള്ളമിറക്കി തരുന്നവൻ മഹാന്മാരല്ല, അമ്പിയാക്കന്മാർക്ക് പോലും അതിന് സാധ്യമല്ല. അമ്പിയാക്കന്മാർ പോലും മഴ കിട്ടാതെയായപ്പോൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ് ചെയ്തത്. എല്ലാവരെയും വിളിച്ചുകൂട്ടി മരുഭൂമിയിൽ വിളിച്ചുകൂട്ടിയിട്ട് നബിമാർ പോലും പ്രാർത്ഥിക്കുകയാണ് ചെയ്തത്. നേരെ മറിച്ച് അവർ ആകാശത്ത് നിന്ന് മഴ പെയ്യിപ്പിച്ചിട്ടില്ല. അതുപോലെ ആഹാരമില്ലാതെയായപ്പോൾ, ഭക്ഷ്യക്ഷാമം പിടിപെട്ടപ്പോൾ അവർ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ് ചെയ്തത്. അവർ ജനങ്ങൾക്ക് ഭക്ഷണം കൊടുത്തിട്ടില്ല. അപ്പോൾ മനുഷ്യന്മാർക്ക് ആഹാരം കൊടുക്കുന്നവനാരോ, മനുഷ്യന്മാർക്ക് വെള്ളം കൊടുക്കുന്നവനാരോ, അത് അള്ളാഹ് മാത്രമാണ്. അതുകൊണ്ട് അള്ളാഹുവിനെ മാത്രമേ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ. അള്ളാഹു അല്ലാത്ത ഇപ്പോൾ നമ്മൾ വിശ്വാസികളും മറ്റുള്ളവരും ഒക്കെ വിളിച്ചു തേടുന്ന ആരും മനുഷ്യന് ആഹാരവും വെള്ളവും തരുന്നവരല്ല, മനുഷ്യനെ സൃഷ്ടിച്ചവരല്ല, മനുഷ്യർക്ക് വഴി കാണിക്കുന്നവരല്ല. പിന്നെ ഇതാ മരിൽതു ഫഹുവ യശ്ഫീൻ, ഞാൻ രോഗമായാൽ എനിക്ക് രോഗം ഭേദമാക്കി തരുന്നവൻ അള്ളാഹുവാണ്. ആ അള്ളാഹു അല്ലാതെ വേറൊരാളും നമ്മുടെ രോഗം ഭേദമാക്കി തരുന്നില്ല. ആർക്കും അതിന് സാധ്യമല്ല. ആരുടെ അടുക്കൽ പോയാലും നമ്മളെ രോഗം മാറ്റാൻ അവർക്കാർക്കും സാധ്യമല്ല. പിന്നെ കാര്യകാരണാടിസ്ഥാനത്തിൽ രോഗകാര്യങ്ങൾ അറിയുന്ന ഒരു വിശഗ്വരൻ, ഒരു ഡോക്ടർ, ഒരു വൈദ്യൻ നമുക്ക് മരുന്ന് തരുന്നു എന്നതല്ലാതെ രോഗം മാറ്റിത്തരില്ല. ലാ ശിഫാ ഇല്ലാ ശിഫാഉക, അല്ലാഹുമ്മ ശ്ഫി അൻത ശാഫി ലാ ശിഫാ ഇല്ലാ ശിഫാഉക ശിഫാഅൻ ലാ യുഗാദിറു സഖമൻ വലാ അലമ.
ഒരു രോഗിയെ കണ്ടാൽ നമ്മൾ പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥന അതാണ്. അല്ലാഹുമ്മ ശ്ഫി അൻത ഷാഫി, അള്ളാഹുവെ നീ ശിഫയാക്കി കൊടുക്കണം, നീയാണ് ശിഫയാക്കുന്നവൻ. അള്ളാഹുവിൻ്റെ നാമത്തിൽപ്പെട്ട ഒന്നാണ് ഷാഫി എന്ന് പറയുന്നത്. അൻത ഷാഫി, നീയാണ് ശിഫയാക്കുന്നവൻ. ലാ ശിഫാ ഇല്ലാ ശിഫാ ഉക, നിൻ്റെ ശിഫയല്ലാതെ മറ്റൊരു ശിഫയുമില്ല. നമ്മൾക്കൊക്കെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കൊടുക്കുക, ഇന്ന മരുന്ന് കൊടുക്കുക, അത് ഇന്നത് ചെയ്യുക, ഇങ്ങനെ ചെയ്യുക, എക്സർസൈസ് ചെയ്യുക എന്നൊക്കെ നമുക്ക് പറഞ്ഞു കൊടുക്കാം. പക്ഷേ ശിഫയാക്കി തരുന്നവൻ അള്ള മാത്രമാണ്. അതുകൊണ്ടാണ് നമ്മൾ എന്ത് മരുന്ന് കുടിച്ചാലും എപ്പോഴും രോഗത്തിന് പഠിച്ചവനോട് ശിഫക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം. ഇതാണ് ലാ ശിഫ ഇല്ലാ ശിഫ ഒക്കെ ശിഫ അൻ ലാ യുഗാദിറു സഖമ, ഒരു രോഗവും അവശേഷിക്കാത്ത നിലക്ക് ശിഫ നൽകുന്നവൻ അല്ല മാത്രമാണ്. അതാ വൈദാ മരിൽതു ഫഹുവ യശ്ഫീൻ, ഞാൻ രോഗിയായാൽ എനിക്ക് ശിഫ നൽകുന്നവൻ ആരോ അവനെയാണ് ഞാൻ പ്രാർത്ഥിക്കുക, അവനോടേ ഞാൻ ദ്വാരക്കുള്ളൂ. പിന്നെ വല്ലദീ യുമീതുനി, എന്നെ മരിപ്പിക്കുന്നവൻ, സുമ്മ യുഹീൻ, പിന്നെ എന്നെ ജീവിപ്പിക്കുന്നവൻ, അവനാരാ? അതൊന്നും നമ്മൾ ഈ ആളുകൾ ഈ സമൂഹത്തിലെ ജനങ്ങളോട് ഇന്നോളോട് പ്രാർത്ഥിച്ചോളി, ഇന്നോൾക്ക് നേർച്ച നേർന്നോളി, ഇന്ന ആൾ നിങ്ങളെ രക്ഷിക്കും എന്ന് പറയുന്ന ഈ മഹാന്മാരുണ്ടല്ലോ, അവർ സൃഷ്ടിച്ചവരല്ല, അവർ വെള്ളം തരുന്നവരല്ല, ഭക്ഷണം തരുന്നവരല്ല, രോഗം മാറ്റിത്തരുന്നവരല്ല. വല്ലദീ യുമീതുനി യുഹീനി, യുമീതുനി സുമ്മ യുഹീൻ, അവർ മരിപ്പിക്കുന്നവരല്ല, അവർ ജീവിപ്പിക്കുന്നവരല്ല. അതൊന്നും അവർ ചെയ്യൂല. അതാണ് ഏകത്വം, തൗഹീദ് അതാണ്. ഇതെല്ലാം ചെയ്യുന്നവൻ ആരോ അവനെയാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്, അവനോടാണ് പ്രാർത്ഥിക്കേണ്ടത്, അവനെയാണ് നമ്മൾ സുജൂദും റുക്കോയും ചെയ്ത് ആദരിക്കേണ്ടത്, അവനെയാണ് നമ്മൾ ആരാധിക്കേണ്ടത്. അതാണ് വല്ലദീ യുമീതുനി സുമ്മ യുഹീൻ, എന്നെ മൗത്താക്കുന്നവനും ഹയാത്താക്കുന്നവനും, വല്ലദീ അത്മഉ, ഞാൻ ആഗ്രഹിക്കുന്നവൻ, അൻ യഗ്ഫിറ ലീ ഖതീഅതി, എൻ്റെ പാപങ്ങൾ എനിക്ക് പുറത്തു തരുമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നവർ. തമഅ എന്ന് പറഞ്ഞാൽ ആഗ്രഹിച്ചു, കൊതിച്ചു എന്നാണ്. അപ്പം നാളെ പരലോകത്തെത്തിയാൽ നമ്മളിൽ നിന്ന് വന്നുപോയ തെറ്റുകുറ്റങ്ങൾ മഗ്ഫിറത്ത് ചെയ്ത് പാപമോചനം തരുമെന്ന് നമ്മൾ ആരിലാണ് പ്രതീക്ഷിക്കുന്നത്? മുഹമ്മദ് നബി നമുക്ക് പാപമോചനം തരുമോ? ഇല്ല. എല്ലാ നബിമാരുടെ അടുക്കലും ജനങ്ങൾ നിങ്ങളൊന്ന് അള്ളാഹുവിനോട് ശുപാർശ ചെയ്യണമെന്ന് പറയുമ്പോൾ എല്ലാ നബിമാരും നഫ്സി നഫ്സി എന്ന് പറയുമെന്നാണ് നമ്മളെ നബി തന്നെ പഠിപ്പിച്ചത്. ഒരു നബിയും ഒരാളെയും രക്ഷിക്കുകയില്ല. നേരെ മറിച്ച് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ശഫാഅത്ത് എന്നൊരു സ്ഥാനം അദ്ദേഹത്തിന് നൽകും. അള്ളാഹു ശഫാഅത്ത് ശുപാർശ ചെയ്യാൻ നൽകും. അള്ളാഹു ആവശ്യപ്പെട്ടവർക്ക് നബി ശുപാർശ ചെയ്യുക എന്ന ഒരു സ്ഥാനം അദ്ദേഹത്തിനുണ്ടെന്നല്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് തോന്നിയ എൻ്റെ മൂത്താപ്പ അബ്ദുൽ മുത്തലിബ് കൊണ്ട് പോരി, അബൂജഹലിൻ്റെ എളാപ്പേണ കൊണ്ട് പോരി, അല്ലെങ്കിൽ എൻ്റെ ബന്ധുക്കൾ ഇന്നോല് കൊണ്ട് പോരി, നിങ്ങൾക്ക് ശിർക്ക് ചെയ്താലും ഞാൻ നിങ്ങളെ രക്ഷിച്ചോളാം. മുഹമ്മദ് നബിൻ്റെ കോട്ടയിൽ ആരും രക്ഷപ്പെടൂല. പിന്നെ പരലോകത്ത് നമ്മളുടെ പാപം പൊറുക്കുന്നവൻ ആരാണ്? അള്ളാഹു മാത്രമാണ്. ആ അള്ളാഹുവിനെ പാപം പൊറുക്കാൻ പരലോകത്ത് കഴിവുള്ളവൻ ആരോ അവനോടാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. വല്ലദീ അത്മഉ, ഒരുവൻ അത്മഉ അൻ യഗ്ഫിറ ലീ ഖതീഅതി യൗമദ്ദീൻ, വിചാരണയുടെ ദിവസം എൻ്റെ ഖതീഅത്തുകൾ, എൻ്റെ പാപങ്ങൾ, ഖതായ ദുനൂബ് എന്നൊക്കെ പറഞ്ഞാൽ തെറ്റുകുറ്റങ്ങൾ എനിക്ക് പുറത്തു തരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നവൻ. അപ്പോൾ അള്ളാഹു ആവാൻ, ആരാധ്യനാവാനുള്ള അർഹത ഇത്രയും കാര്യങ്ങളാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാം പഠിപ്പിച്ചത്. ഇത് ഇല്ലെങ്കിൽ അവൻ ആരാധ്യനല്ല. പക്ഷേ നമ്മൾ ആദരിക്കേണ്ടവരാണ്. മഹാന്മാരായ ആളുകൾ, സാലിഹീങ്ങൾ, ബഹുമാന്യന്മാർ, മരിച്ചുപോയവരും ജീവിച്ചിരിക്കുന്നവരുമായ വലിയ വലിയ വലിയുകൾ, അവരെ നമ്മൾ ആരാധിച്ചുകൂടാ, അവരെ ആദരിക്കണം. എങ്ങനെ ആദരിക്കേണ്ടത്? അവർ പറഞ്ഞു തന്ന നല്ല മാർഗങ്ങൾ നമ്മൾ സ്വീകരിക്കണം. അവരുടെ ഭക്തിയും അവരുടെ ജീവിത മാതൃകകളും നമ്മൾ ഉൾക്കൊള്ളണം. അതാണ് ആദരിക്കണം. അവരെ ആരാധിക്കാൻ പാടില്ല. ആദരവാണ് പിന്നീട് ആരാധനയായി മാറിയത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സഹാബിമാർ അമിതമായി ആദരിച്ചു, ബഹുമാനിച്ച് അവസാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ലാ തത്റൂനി കമാ അത്രത്തിൻ നസാറ ഈസ ഇബ്ന മറിയം. ഈസാ നബി അലൈഹി സ്വലാമിനെ നസാറാക്കൾ അമിതമായി ബഹുമാനിച്ച പോലെ
നിങ്ങൾ എന്നെ ബഹുമാനിക്കരുത്. ഈസാ നബിനെ ബഹുമാനിച്ച് അദ്ദേഹത്തിനോടുള്ള ആദരവ് പിന്നെന്തായി? അദ്ദേഹത്തോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അദ്ദേഹമാണ് ദൈവം എന്ന് പറഞ്ഞു, ദൈവത്തിൻ്റെ പുത്രൻ എന്ന്. പിന്നെ അദ്ദേഹത്തിൻ്റെ ബിംബങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങി. പിന്നെ നമ്മളെ പാപം പൊറുക്കുന്നവൻ അദ്ദേഹമാണ് എന്ന് പറഞ്ഞു തുടങ്ങി. പിന്നെ അദ്ദേഹമാണ് പരലോകത്ത് എത്ര വലിയ പാപികളായി ചെന്നാലും നമ്മളെ രക്ഷപ്പെടുത്താൻ അദ്ദേഹത്തിന് കഴിയും എന്ന് ബഹുമാനിച്ച് അങ്ങേ അറ്റത്തെത്തിയിട്ട് അതങ്ങണ്ട് അദ്ദേഹത്തെ ദൈവമാക്കി വെച്ചു. അതാണ് ഈസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ കാര്യത്തിൽ നസാറ സമൂഹം ചെയ്ത അബദ്ധം. ഈസാ നബിയോടുള്ള ബഹുമാനം കൂടി അധികമായി. അതുപോലെ നമ്മൾ സാലിഹീങ്ങളോട്, ആദരിക്കപ്പെടുന്ന ആളുകളോട് ആദരവ് വെച്ച് പുലർത്തണം എന്നതിൻ്റെ അപ്പുറം ആദരവിനെ ആരാധനയിലേക്ക് എത്തിക്കാൻ പാടില്ല. അവരോടാണ് പ്രാർത്ഥിച്ച് അവരെ മുമ്പിൽ സുജൂദ് ചെയ്ത്. അതാണല്ലോ മഹാന്മാരായ മനുഷ്യന്മാരുടെ മുമ്പിൽ സുജൂദ് ചെയ്യുന്നു, കുമ്പിടുന്നു, കൈകൂപ്പി നിൽക്കുന്നു, നിങ്ങൾ എനിക്ക് എന്നെ രക്ഷപ്പെടുത്തണം എന്ന് പറയുന്നു. യാ സയ്യിദി സനദി ഔസി വയാ മദദി, എൻ്റെ സയ്യിദേ, എൻ്റെ സനദേ, എനിക്ക് ചാരി നിൽക്കാനുള്ള എൻ്റെ അഭയമേ, എൻ്റെ സഹായമേ, എൻ്റെ എനിക്ക് രക്ഷ തേടാനുള്ള മാർഗമേ എന്ന് പറഞ്ഞ് കുല്ലി ലഹീറൻ അലൽ അഅ്ദാഇ, ശത്രുക്കൾക്ക് നീ സഹായിയായിരിക്കണം എന്ന് മൊഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ഷെയ്ഖ് ജീലാനി റഹ്മത്തുള്ളാഹി അലൈഹിയോട് പ്രാർത്ഥിക്കുന്ന അവസ്ഥയിലേക്ക് പിൽക്കാലത്ത് അദ്ദേഹത്തോടുള്ള ബഹുമാനം കൊണ്ട് എത്തിച്ചേർന്നു ജനങ്ങൾ. അതാണ് പിന്നെ അവസാനം മൊഹീദ്ദീൻ ഷെയ്ഖിനോട് പ്രാർത്ഥിച്ചു തുടങ്ങി. പിന്നെ അദ്ദേഹത്തിൻ്റെ ദൈവത്തിൻ്റെ വലിയ കഴിവുകൾ, അള്ളാഹിൻ്റെ കഴിവുകളുള്ള ആളാണ് എന്ന് വരെ എത്തി. പിന്നെ അദ്ദേഹം ജീവിച്ചിരിക്കുന്ന, മരിച്ചവരെ ജീവിപ്പിക്കുന്നവനാണെന്ന് പറഞ്ഞു തുടങ്ങി. അങ്ങനെ അവസാനം അദ്ദേഹം മനുഷ്യരുടെ മുമ്പിൽ മരിച്ചാലും നമ്മുടെ മുമ്പിൽ ഹാജരാകുന്ന ഒരു മഹാമനുഷ്യനാണെന്ന് പറഞ്ഞ് ഈ ആദരവും ബഹുമാനവും ആരാധനയിലേക്ക് എത്തിച്ചു. അവസാനം അദ്ദേഹത്തെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന യാ ഷെയ്ഖ് മൊഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുന്ന അവസ്ഥയിൽ. അത് മൊഹീദ്ദീൻ ഷെയ്ഖിന് മാത്രമല്ല, ഒരുപാട് ഓരോ പ്രദേശങ്ങളിലും ഓരോരോ ഔലിയാക്കളും മഹാന്മാരും, അത് നമ്മളെ ഈ കാലഘട്ടത്തിൽ ഓരോ കാലഘട്ടത്തിലും ഓരോരോ ഔലിയാക്കൾ കണ്ട് രംഗത്ത് വരികയാണ്. അങ്ങനെയല്ല ആരാധിക്കപ്പെടേണ്ടവൻ, അതാണ്. എന്നിട്ട് പിന്നെ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ പ്രാർത്ഥന റബ്ബിനോട്, റബ്ബി ഹബ്ലി ഹുക്മ, എൻ്റെ രക്ഷിതാവേ. റബ്ബി എന്ന് പറഞ്ഞാൽ റബ്ബീന, എൻ്റെ രക്ഷിതാവേ. ഹബ്ലി ഹുക്മൻ, എനിക്ക് നീ ഹുക്മ ജ്ഞാനം നൽകണമേ. ഹബ് എന്ന് പറഞ്ഞാൽ നീ നൽകണം. വഹബ ഹിബ, ഹിബ എന്ന് പറഞ്ഞാൽ വെറുതെ കൊടുക്കുക, ദാനം എന്നാണല്ലോ. അപ്പോൾ എനിക്ക് നീ വെറുതെ നൽകണമേ. ഹുക്മൻ അതായത് അള്ളാഹുവിൻ്റെ കാരുണ്യം കൊണ്ട് എനിക്ക് നീ നൽകണമേ. ഹുക്മൻ ജ്ഞാനം. വഅൽഹിഖ്നി ബിസ്സാലിഹീൻ, സാലിഹീങ്ങളുടെ കൂട്ടത്തിൽ എന്നെ നീ ചേർക്കണമേ. ഇത് നമ്മളൊക്കെ പ്രാർത്ഥിക്കേണ്ട കൂട്ടത്തിലൊരു പ്രാർത്ഥനയാണ്. അൽഹിഖ്നി ബിസ്സാലിഹീൻ. യൂസുഫ് നബി അലൈഹിസ്സലാം യാക്കൂബ് നബിയെയും സഹോദരന്മാരെയും ഒക്കെ യൂസുഫ് നബി അലൈഹിസ്സലാമിൻ്റെ അടുത്തേക്ക് വന്ന് അദ്ദേഹത്തെ അംഗീകരിച്ച് ഈജിപ്തിൽ താമസമുറപ്പിക്കാൻ വേണ്ടി കൊണ്ടുവന്നതിന് ശേഷം പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥനയുണ്ട്. എന്താണ്? റബ്ബി ഖദ് ആതൈതനി മിനൽ മുൽക്കി വഅല്ലംതനി മിൻ തഅ്വീലിൽ ഹദീസി ഫാത്തിറസ് സമാവാതി വൽ അർളി അൻത വലിയ്യി ഫിദ് ദുനിയ വൽ ആഖിറ തവഫനി മുസ്ലിമൻ വഅൽഹിഖ്നി ബിസ്സാലിഹീൻ. റബ്ബി, എൻ്റെ രക്ഷിതാവേ, ഖദ് ആതൈതനി മിനൽ മുൽക്കി, എനിക്ക് നീ അധികാരത്തിൻ്റെ ഒരു ഭാഗം എന്നെ നീ ഏൽപ്പിച്ചു. വഅല്ലംതനി മിൻ തഅ്വീലിൽ ഹദീസി, സ്വപ്നവ്യാഖ്യാനം നീ എന്നെ പഠിപ്പിച്ചു. ഫാത്തിറസ് സമാവാതി വൽ അർളി, ആകാശങ്ങളെയും ഭൂമിയെയും സൃഷ്ടിച്ചവനെ. അൻത വലിയ്യി, നീയാണ് എൻ്റെ ബന്ധു. ഫിദ്ദുനിയ വൽ ആഖിറ, ഇഹലോകത്തും പരലോകത്തും. അതുകൊണ്ട് തവഫനി മുസ്ലിമ, മുസ്ലിമായി മരിപ്പിക്കണമേ. വഅൽഹിഖ്നി ബിസ്സാലിഹീൻ, സാലിഹീങ്ങളുടെ കൂട്ടത്തിൽ ചേർക്കണമേ. നമ്മൾ മരിച്ചാൽ നമ്മൾ എത്തിപ്പെടേണ്ടത് നല്ലവരായ സാലിഹീങ്ങൾ, നബിമാരും സാലിഹീങ്ങളും ശുഹദാക്കളുമുള്ള ആ സ്വർഗത്തിലേക്കാണ്. ആ സ്വർഗത്തിൽ എന്നെ നീ ചേർക്കണമേ. അൽഹഖ എന്ന് പറഞ്ഞാൽ ചേർത്തു എന്ന, അവരോടൊപ്പം ചേർത്തു. അതാണ് സ്കൂളിലും കോളേജിലൊക്കെ ചേർക്കുന്നതിന് അൽഹഖ എന്നാണ് പറയാം. അൽഹഖ്തു വലദി ഫിൽ കുല്ലിയത്തി, എൻ്റെ കുട്ടിയെ ഞാൻ കോളേജിൽ ചേർത്തു. അതായത് അവിടെ പഠിക്കുന്ന കൂട്ടത്തിൽ ഒരാളായിട്ട് എൻ്റെ മകനെയും ചേർത്തു എന്നാണ്. അതുപോലെ സാലിഹീങ്ങൾ ജീവിക്കുന്ന സ്വർഗലോകത്ത് എന്നെ നീ കൊണ്ടുപോയി ചേർക്കണമേ എന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാം
പ്രാർത്ഥിച്ചു. എന്നിട്ടോ വജ് അല്ലി, അത് അവിടുന്നാണ് നമ്മൾ തുടങ്ങുന്നത്. വജ് അല്ലി, എനിക്ക് നീ ഉണ്ടാക്കി തരേണമേ, ലിസാന സിദ്ഖിൻ, സത്യത്തിൻ്റെ സംസാരം, ഫിൽ ആഖിരീൻ, പിന്നീട് വരുന്ന അവസാനം വരുന്ന ആളുകളിൽ സത്യത്തിൻ്റെ ലിസാന് എനിക്കുണ്ടാക്കി തരണം എന്ന് പറഞ്ഞാൽ എന്നെപ്പറ്റി എല്ലാവരും സത്യസന്ധമായി സംസാരിക്കുന്ന ഒരു മഹത്വം എനിക്ക് നീ തരണം. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ പ്രാർത്ഥനയാണ്. അതായത് ലോകാവസാനം വരെ, ആഖിരി എന്ന് പറഞ്ഞാൽ പിന്നീട് വരുന്ന ആളുകളിൽ എന്നെപ്പറ്റി ഒരു സിദ്ഖിൻ്റെ, ഒരു സത്യത്തിൻ്റെ നാവ് എനിക്കുണ്ടാക്കി തരണം എന്ന് പറഞ്ഞാൽ എല്ലാവരും എന്നെപ്പറ്റി നന്മ പറയണം. നിങ്ങൾ നോക്കൂ, ഒരു ലോകത്തൊരു, ഇപ്പോൾ മുഹമ്മദ് നബിയെ തള്ളിപ്പറഞ്ഞു ഇസ്രായേലിയർ, മൂസാ നബിയുടെ ആളുകളും ഈസാ നബിയുടെ ആളുകളെയും. ഈസാ നബിൻ്റെ ആളുകൾ തള്ളിപ്പറഞ്ഞു മൂസാ നബി അലൈഹി സ്വലാമിനെ. മൂസാ നബി അലൈഹി സ്വലാമിൻ്റെ ആളുകൾ തള്ളിപ്പറഞ്ഞു ജൂതന്മാർ, നസാറാക്കളെ. നോഹ് നബി അലൈഹി സ്വലാമിനെ തള്ളിപ്പറഞ്ഞു പിൽക്കാലത്ത് വന്ന പ്രവാചകന്മാരുടെ അനുയായികൾ, നബിമാരല്ല. എന്നാൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ തള്ളിപ്പറയുന്ന ഒരു മതവിശ്വാസികളുമില്ല. യഹൂദികൾ അംഗീകരിക്കുന്നു ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ, നസാറാക്കൾ അംഗീകരിക്കുന്നു ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ, നമ്മൾ അംഗീകരിക്കുന്നു ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ. ഇനി വളരെ വളരെ പൂർവീകമായ സമൂഹത്തിലുണ്ടായിരുന്ന മതത്തിൻ്റെ ബാക്കി മതമാണ് ബ്രാഹ്മണ മതം എന്നാണ് പറയപ്പെടുന്നത്. അതിൻ്റെ അലകും തട്ടൊക്കെ ഏകദൈവ വിശ്വാസത്തിൽ നിന്ന് പോയിട്ടുണ്ടെങ്കിലും അവരും അംഗീകരിക്കുന്നു അബ്രഹാം പ്രവാചകനെ. ലോകത്ത് ഒരു മതവും മക്ക മുശ്രിക്കുകൾ അംഗീകരിക്കുന്നു. മക്കയിലുള്ള മുശ്രിക്കീങ്ങൾ ലാത്തനെ ഉസനെ ആരാധിക്കുന്നവരും ഞങ്ങളെ വല്യാപ്പ ഇബ്രാഹിം നബിയാണെന്നും പറഞ്ഞ് ഇബ്രാഹിം നബിൻ്റെ പ്രതിമ കൊത്തിവെച്ച് കണ്ട് അദ്ദേഹത്തെ ആരാധിക്കുകയും ബഹുമാനിക്കുകയും ചെയ്തിരുന്നല്ലോ മുശ്രിക്കീങ്ങൾ. ലോകത്തുള്ള എല്ലാ മതവിശ്വാസികളും അബ്രഹാം പ്രവാചകൻ എന്ന് പറയുന്ന ഇബ്രാഹിം പ്രവാചകനെ ആരാധിക്കുന്നു, ബഹുമാനിക്കുന്നു. അപ്പോൾ പിൽക്കാല ആഖിരീൻ എന്ന് പറഞ്ഞാൽ അവസാനം പിന്നീട് വരുന്ന ആളുകളിൽ എനിക്കിനി ഒരു നല്ല നാവുണ്ടാവണം എന്ന് പറഞ്ഞാൽ എന്നെപ്പറ്റി നല്ലത് പറയുന്ന ഒരവസ്ഥയുണ്ടാവണം. അതൊന്ന്. രണ്ട്, മുസ്ലിങ്ങളായിട്ടുള്ള നമ്മൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ പറയാതെ ഒരു നിസ്കാരം അവസാനിപ്പിക്കുന്നില്ല, അല്ലേ? അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീമ ഇന്നക ഹമീദും മജീദ്. അല്ലാഹുമ്മ ബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ കമാ ബാറക്ത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹിം ഇന്നക ഹമീദും മജീദ്. എല്ലായിടത്തും ഇബ്രാഹിം നബിയാണ് നമുക്കുള്ളത്. വജ്ജഹ്തു വജ്ഹിയ ലില്ലദീ എന്ന് പറഞ്ഞപ്പോൾ ഇബ്രാഹിം നബി പറഞ്ഞ ഒരു പ്രാർത്ഥനയാണ് നമ്മൾ വജ്ജഹ്തുവിൽ കൂടി ഓരുന്നത്. അപ്പോൾ ഇബ്രാഹിം നബി നമ്മുടെ ജീവിതത്തിൽ എല്ലാം നിറഞ്ഞു നിൽക്കുകയാണ്. ഇനി ഹജ്ജ് എന്ന കർമ്മം, ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ ജീവിതമാണ് ഹജ്ജ് എന്ന കർമ്മം തന്നെ. കഅബയിലേക്ക് തിരിഞ്ഞുകൊണ്ടാണ് നമ്മളൊക്കെ നമസ്കരിക്കുന്നത്. ആ കഅബ പടുത്തുയർത്തിയത് ഇബ്രാഹിം നബിയാണ്. ഹജ്ജിന് വേണ്ടി നമ്മളെ വിളിച്ച ഒന്നാമത്തെ വിളിച്ചത് അയ്യുഹന്നാസ് ഖദ് ഇന്നല്ലാഹ ഖദ് ഫറള അലൈക്കുമുൽ ഹജ്ജ ഫഹുജ്ജു. അള്ളാഹു നിങ്ങളെ ഹജ്ജ് നിങ്ങൾക്ക് ഫറളാക്കിയിരിക്കുന്നു, ജനങ്ങളെ നിങ്ങൾ ഹജ്ജിന് വരിക എന്ന് ആദ്യമായി ഹജ്ജിന് വിളിച്ചത് ഇബ്രാഹിം നബി അലൈഹി സ്വലാമാണ് ലോകത്ത്. വഅദ്ദിം ഫിന്നാസി ബിൽ ഹജ്ജ്, ജനങ്ങൾക്കിടയിൽ ഹജ്ജിൻ്റെ വിളംബരം നൽകുക. യഅ്തൂക റിജാലൻ, കാൽനടയായിക്കൊണ്ടും വാലാ കുല്ലി ളാമിരിൻ യഅ്തീന മിൻ കുല്ലി ഫജ്ജിൻ അമീഖ്, ലോകത്തിൻ്റെ മുക്കുമൂലകളിൽ നിന്ന് നടന്ന് ക്ഷീണിച്ച് മെലിഞ്ഞ് ഒട്ടിയ മൃഗങ്ങളുടെ പുറത്തായിക്കൊണ്ടും ആളുകൾ വന്നുകൊണ്ടേയിരിക്കും എന്ന് അള്ളാഹു സൂറത്ത് ഹജ്ജിൽ പറയുന്നുണ്ട്. ആ ഇബ്രാഹിം നബിയുടെ വിളിയാണ് ഇപ്പോഴും ആളുകൾ അങ്ങനെ ചെന്നുകൊണ്ടേയിരിക്കുകയാണ് മക്കയിലേക്ക്. വാഹനപ്പുറത്തായിട്ടും പുതിയ വാഹനങ്ങളിലായിട്ടും കാൽനടയായിട്ടും കൂട്ടമായിട്ടുമൊക്കെ. അപ്പോഴൊക്കെ ഇബ്രാഹിം നബിയാണ് ലബ്ബൈക്ക് അല്ലാഹുമ്മ ലബ്ബൈക്ക് എന്ന വിളിയൊക്കെ ഇബ്രാഹിം നബിയെ ഓർത്തുകൊണ്ടാണ് സഅയും അതുപോലെ മക്കയും മിനയും അറഫയും മുസ്ദലിഫയും കല്ലേറും ബലികർമ്മങ്ങളും ഒക്കെ ഇബ്രാഹിം നബിയെയും ഇസ്മായിൽ അലൈഹി സ്വലാമിനെയും ഓർത്തുകൊണ്ടാണ് ചെയ്യുന്നത്. അതാണ് വജ്അല്ലി ലിസാന സിദ്ഖിൻ ഫിൽ ആഖിരീൻ. എല്ലാ മതവിശ്വാസികളിലും ഇനി ഇബ്രാഹിം നബിയുടെ മതത്തിൽ വിശ്വസിച്ച മില്ലത്ത് ഇബ്രാഹിമിൻ്റെ ആളുകളിലും ഇബ്രാഹിം നബി അലൈഹി സ്വലാം എന്നും ലിസാനു സിദ്ഖ്, സത്യത്തിൻ്റെ നാവുകളിൽ കൂടി ഓർക്കപ്പെടുന്നുണ്ട്. ആ പ്രാർത്ഥന അള്ളാഹു കബൂലാക്കി എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം.
അതാണ് മുഫസ്സിറുകൾ പറയുന്നത്, വജഅല്ലി ലിസാന സിദ്ഖിൻ ഫിൽ ആഖിരീൻ, സത്യസന്ധമായ ഒരു ലിസാൻ, ഒരു നാവ് എന്നെപ്പറ്റി ഉണ്ടാക്കിത്തരണം പിൽക്കാലക്കാരിൽ എന്ന് പറഞ്ഞാൽ അവരൊക്കെ നന്നായി പറയുന്ന, നല്ല വാക്ക് പറയുന്ന ഒരവസ്ഥ എന്നെപ്പറ്റി ഉണ്ടാവണം. അതാണ്. പിന്നെ വജഅൽനീ മിൻ വറസതി ജന്നത്തിൻ നഈം, വജഅൽനീ, എന്നെ നീ ആക്കണം, മിൻ വറസതി ജന്നത്തിൻ നഈം, അനുഗ്രഹത്തിൻ്റെ സ്വർഗം അനന്തരമെടുക്കുന്നവരുടെ കൂട്ടത്തിൽ എന്നെ നീ പെടുത്തണം. നോക്കുങ്ങൾ, ഇങ്ങനെയൊക്കെയുള്ള ഇബ്രാഹിം നബിയും പടച്ചോനെ സ്വർഗം തരണമെന്ന് പ്രാർത്ഥിക്കാണ്. ഒരു വിധം സ്വർഗം കിട്ടുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ ഇവനാ പ്രാർത്ഥിക്കുമല്ലോ. പക്ഷെ ആ മനസ്സിൻ്റെ ഭക്തിയും അള്ളാഹുവിനോടുള്ള വിനയവുമാണത് കാണിക്കുന്നത്. അപ്പം നമ്മൾ എത്ര പ്രാർത്ഥിക്കണം? വജഅല്ലി മിൻ വറസത്തി, വജഅൽനി മിൻ വറസത്തി, വറസത്ത് എന്ന് പറഞ്ഞാൽ വാരിസ്, അനന്തരാവകാശി, വറസത്ത് അനന്തരാവകാശികൾ, വജഅൽനി മിൻ വറസത്തി ജന്നത്തിൻ നഈം, അനുഗ്രഹത്തിൻ്റെ സ്വർഗം അനന്തരമെടുക്കുന്നവരുടെ കൂട്ടത്തിൽ എന്നെയും നീ പെടുത്തണം. അതെന്താ അനന്തരമെടുക്കൽ? അനന്തരമെടുക്കൽ നമ്മളെ വാപ്പാൻ്റെ ആണ് സ്വർഗം. ആദം നബി അലൈഹി സ്വലാമിനെയും ഉമ്മയെയും ആ സ്വർഗത്തിൽ അള്ളാഹു ആദ്യമായി താമസിപ്പിച്ചിട്ടുണ്ട്. പിന്നെ അതിന് പോന്നതിൻ്റെ ശേഷം അത് മനുഷ്യന് നഷ്ടപ്പെട്ടു പോയതാണ്. അതിനെ അനന്തരമെടുക്കുന്ന ആ ഉപ്പയുടെയും ഉമ്മയുടെയും അവർ ആദ്യം താമസിച്ച ആ ഭവനം അനന്തരമെടുക്കുന്നവർ പിൽക്കാലത്ത് കുറച്ചേ ഉണ്ടാവുകയുള്ളൂ. ആ കൂട്ടത്തിൽ എന്നെയും നീ പെടുത്തണം എന്ന് അദ്ദേഹം പ്രാർത്ഥിച്ചു. എന്ന് മാത്രമല്ല, വഗ്ഫിർലി അബീ, എൻ്റെ ഉപ്പക്ക് നീ പുറത്തു തരുകയും ചെയ്യണമേ. ഇന്നഹു കാന മിനൽ-ളാല്ലീൻ, തീർച്ചയായും അദ്ദേഹം വഴിപിഴച്ചവരിൽ പെട്ടവനാണ് എന്നുകൂടി അദ്ദേഹം പ്രാർത്ഥിച്ചു. ഈ പ്രാർത്ഥനയാണ് അള്ളാഹുവിന് ഇഷ്ടപ്പെടാതെ പോയത്. ഇത് അള്ളാഹു സ്വീകരിച്ചില്ല. ബാക്കിയുള്ളതൊക്കെ അള്ളാഹു സ്വീകരിച്ചു. എന്നിട്ടോ വഗ്ഫിർലി അബീ ഇന്നഹു കാന മിനൽ-ളാല്ലീൻ, എൻ്റെ ഉപ്പാക്ക് നീ പുറത്തു തരണം. അയാൾ പിഴച്ച, ലാല് എന്ന് പറഞ്ഞാൽ പിഴച്ചവൻ, ഫാത്തിഹയിൽ നമ്മൾ പറയാറുണ്ടല്ലോ, പിഴച്ച ആളുകളുടെ കൂട്ടത്തിലാണ് എന്നത് അള്ളാഹു ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ടാണ് അള്ളാഹു പറഞ്ഞത് വമാ കാന ഇസ്തിഗ്ഫാറു ഇബ്രാഹീമ. പിന്നെ അത് എന്തിനാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാം അങ്ങനെ പറഞ്ഞത് എന്ന് ചോദിച്ചാൽ, ഇബ്രാഹിം നബി അലൈഹി സ്വലാം ബാപ്പാന ദീനിലേക്ക് ദഅവത്ത് നടത്തിയപ്പോൾ ഒരു വാക്ക് പറഞ്ഞു ബാപ്പാനോട്. എന്താണ്? ലഅസ്തഗ്ഫിറന്ന ലക, ഉപ്പ ഞാൻ നിങ്ങൾക്ക് വേണ്ടി അള്ളാഹുവിനോട് പുറത്ത് ലഅസ്തഗ്ഫിറന്ന ലക റബ്ബി ഇന്നഹു കാന ബി ഹഫിയ, എൻ്റെ റബ്ബിനോട് ഞാൻ താങ്കൾക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ ചെയ്യും, അവൻ എന്നോട് കരുണ കാണിക്കുന്നവൻ തന്നെയാണ് എന്ന് ഒരു വാക്ക് കൊടുത്തു. ആ വാക്ക് കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ റബ്ബിനോട് ഇസ്തിഗ്ഫാർ ചെയ്തു. അല്ലാഹ് പറഞ്ഞു ലഖദ് കാന ലക്കും വമാ കാന ഇസ്തിഗ്ഫാറു ഇബ്രാഹീമ ലി അബീഹി, ഇബ്രാഹിം നബി അലൈഹിസ്സലാം തൻ്റെ പിതാവിന് വേണ്ടി ഇസ്തിഗ്ഫാർ ചെയ്തത് ഇല്ല അൻ മൗഇദത്തിൻ വഅദഹാ ഇയ്യാഹു, അദ്ദേഹത്തിന് ബാപ്പാക്ക് അദ്ദേഹം കൊടുത്ത ഒരു കരാറിൻ്റെ പേരിൽ മാത്രമായിരുന്നു. ഫലമ്മാ തബയ്യന ലഹു അന്നഹു അദുവ്വുൻ ലില്ലാഹ്, ബാപ്പ അള്ളാഹുവിൻ്റെ ശത്രുവാണെന്ന് അദ്ദേഹത്തിന് ബോധ്യമായപ്പോൾ തബറഅ മിൻഹു, ആ പ്രാർത്ഥനയിൽ നിന്ന് അദ്ദേഹം മാറിപ്പോയി, ആ പ്രാർത്ഥന അദ്ദേഹം തെറ്റായിപ്പോയി എന്ന് സമ്മതിച്ചു. ഇന്ന ഇബ്രാഹിം അല അവ്വാഹുൻ ഹലീം, ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഏറെ പശ്ചാത്തപിക്കുന്നവനും വിവേകമുള്ളവനുമാണ്. ലഖദ് കാനത് ലക്കും ഉസ്വത്തുൻ ഹസനത്തുൻ ഫി ഇബ്രാഹീമ വല്ലദീന മഅഹു, ഇബ്രാഹിമിനോടും ഇബ്രാഹിമിൻ്റെ കൂടെ ജീവിച്ചവരിലും വിശ്വാസികളിലും നിങ്ങൾക്ക് മാതൃകയുണ്ടെന്ന് പറഞ്ഞിട്ട് പറഞ്ഞു, ഇബ്രാഹിം നബി ബാപ്പാക്ക് ഇസ്തിഗ്ഫാർ ചെയ്തതിൽ മാത്രം മാതൃകയില്ല, അതിൽ മാതൃകയില്ല. അപ്പോൾ ഈ പ്രാർത്ഥന അള്ളാഹു സ്വീകരിച്ചില്ല. വഗ്ഫിർലി അബീ ഇന്നഹു കാന മിനൽ-ളാല്ലീൻ, എൻ്റെ പിതാവിന്. അപ്പോൾ അമ്പിയാക്കന്മാരുടെ പല പ്രാർത്ഥനയും അള്ളാഹു സ്വീകരിച്ചിട്ടില്ല. അവരുടെ താല്പര്യവും ആഗ്രഹം കൊണ്ട് അമ്പിയാക്കന്മാർ പ്രാർത്ഥിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു യാത്ര കഴിഞ്ഞ് തിരിച്ചു പോരുമ്പോൾ മദീനയുടെ അടുത്തുള്ള ഒരു പള്ളിയിൽ വെച്ച് പ്രാർത്ഥിച്ചു. മസ്ജിദുൽ ഇജാബ എന്നൊരു പള്ളിയുണ്ട് മദീനയുടെ അടുത്ത്, ഹറമിൻ്റെ ഒരറ്റത്തായി വരും ഇപ്പോൾ മസ്ജിദുൽ ഇജാബ. അവിടെ വെച്ച് പ്രാർത്ഥിച്ചു. മദീന മസ്ജിദുൽ നബവിയുടെ ഇടതുഭാഗത്തുള്ള ഒരു പ്രദേശമാണ് മസ്ജിദുൽ ഇജാബ. അവിടെ വെച്ച് 3 കാര്യം പ്രാർത്ഥിച്ചു എന്ന്
ഹദീസുകളിൽ കാണാം. അതിൽ 2 അല്ലാഹു തആല മറുപടി കൊടുത്തു, 1 മറുപടി കൊടുത്തില്ല. ഒന്നാമത് പ്രാർത്ഥിച്ചത്, അള്ളാഹുവേ ഞങ്ങൾക്കിനി മദീനയിൽ വലിയ വെള്ളപ്പൊക്കം കൊണ്ട് നാശമുണ്ടാക്കരുതേ എന്നാണ്. മദീന ഉഹുദ് മലയും മറ്റുമൊക്കെയുള്ള മലകളൊക്കെ ഉണ്ടാകുമ്പോൾ വലിയ മഴ പെയ്ത് കുത്തിയൊലിച്ചാൽ മദീനയിൽ വലിയ വെള്ളപ്പൊക്കമുണ്ടായി ജനങ്ങൾക്ക് വലിയ അപകടമുണ്ടാവാറുണ്ട് എല്ലാ കാലത്തും. അപ്പോൾ അത് ഉണ്ടാകരുത്. നബിയൊക്കെ അവിടെ ചെന്ന് ആൾ കൂടിയല്ലോ, മുഹാജിറുകൾ മദീനയിൽ കൂടിയപ്പോൾ എല്ലാ താഴ്വരകളിലും അവർ മലയോരങ്ങളിലുമൊക്കെ കുത്തിക്കൂട്ടി വീടുകളുണ്ടാക്കി. അപ്പോൾ പണ്ടത്തെ പോലെ ഒഴിഞ്ഞ സ്ഥലമല്ല മദീന. മറ്റത് ജൂതന്മാർ സുരക്ഷിതമായ സ്ഥലത്ത് താമസിച്ചിരുന്നതായിരുന്നു. പിന്നെ ഔസും ഖസർജും ഒക്കെ സുരക്ഷിത സ്ഥലത്താണ് താമസിച്ചിരുന്നത്. ഇപ്പോൾ മുഹാജിറുകൾ വന്നപ്പോൾ എല്ലായിടത്തും താമസമായി. അപ്പോൾ റസൂലുള്ള പ്രാർത്ഥിച്ചു, പഠിച്ചവനെ വലിയ വെള്ളപ്പൊക്കം കൊണ്ട് താഴ്വരകളിൽ വെള്ളം പൊങ്ങി മദീനക്കാരെ നശിപ്പിക്കരുതേ. അത് അല്ലാഹു സ്വീകരിച്ചു. 2ാമത്തെ പ്രാർത്ഥന, ക്ഷാമം കൊണ്ട് മദീന എന്നും തീക്കാറ്റടിക്കുന്ന വളരെ ദുരിതപൂർണമായ, ഒന്നുകിൽ തണുപ്പാണെങ്കിൽ കൊടും തണുപ്പ്, ചൂടാണെങ്കിൽ അതിശക്തമായ ചൂട്, അങ്ങനെയുള്ളൊരു കാലാവസ്ഥയാണ് മദീനത്ത് അന്നും ഇന്നും ഉള്ളത്. അപ്പം അങ്ങനെ വലിയ ഭക്ഷ്യക്ഷാമം കൊണ്ട് മദീനക്കാരെ നശിപ്പിക്കരുതേ. കാരണം മക്കയിൽ നിന്ന് ഒരുപാട് ആളുകൾ ഇവിടെ വന്ന് മുഹാജിറുകളും അൻസാറുകളും കൂടിച്ചേർന്ന് ജീവിക്കുന്ന ഒരു സമയമാണ്. ഇവിടെ അങ്ങനെ ഒരു ക്ഷാമം ഉണ്ടാക്കി ഞങ്ങളിനി നശിപ്പിക്കരുതേ എന്ന് പ്രാർത്ഥിച്ചു. അതും അല്ലാഹു സ്വീകരിച്ചു. 3ാമതൊരു പ്രാർത്ഥന പ്രാർത്ഥിച്ചു. മദീനയിൽ ഔസ് ഖസർജ് പോലെയുള്ള പ്രമാണിമാരായ അടിസ്ഥാന ഗോത്രക്കാരുണ്ട്. മക്കയിൽ നിന്ന് മുഹാജിറുകളായി വന്ന അടിമകളും ഖുറൈശികളും അടക്കം പ്രമാണിമാരും പ്രമാണിമാരല്ലാത്തവരുമുണ്ട്. അതുകൊണ്ട് നബി പ്രാർത്ഥിച്ചു, പഠിച്ചവനെ എൻ്റെ സമുദായത്തിൽപ്പെട്ട ആളുകളെ പരസ്പരം തമ്മിൽ കലഹമുണ്ടാക്കി, കുഴപ്പങ്ങളുണ്ടാക്കി, അവർക്കിടയിൽ ഭിന്നതയുണ്ടാക്കി നശിപ്പിക്കരുതേ. അള്ളാഹു പറഞ്ഞു, ആ പ്രാർത്ഥനയ്ക്ക് ഞാൻ ഉത്തരം ചെയ്യൂല, ഉത്തരം കൊടുത്തില്ല. കാരണം അത് നിങ്ങൾ നോക്കണം. ഭിന്നത ഉണ്ടാക്കാതെ നിങ്ങളിങ്ങനെ എന്നതുപോലെ നിൽക്കുന്നു തോന്നിയില്ല. നിങ്ങൾ ഭിന്നതയില്ലാതെ കലഹങ്ങളില്ലാതെ ജീവിക്കേണ്ട ബാധ്യത നിങ്ങളുടേതാണ്. അത് നിങ്ങൾ ചെയ്യണം. അതിന് ഞാൻ മുഹമ്മദ് നബിൻ്റെ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം തന്നിട്ടില്ല. ബാക്കി 2 തന്നു എന്ന് പറഞ്ഞു. നബി ആ പള്ളിയിൽ നിന്ന് ഇറങ്ങിയത് കരഞ്ഞുകൊണ്ടാണ് എന്ന് ചരിത്രത്തിൽ കാണാം, ഹദീസുകളിൽ കാണാം. കാരണം 2 എനിക്ക് ഉത്തരം കിട്ടി, 1 ഉത്തരം കിട്ടിയിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾ സൂക്ഷിച്ചു കൊള്ളണം, നിങ്ങൾ ഒന്നിച്ച് ഐക്യപ്പെട്ട് ജീവിക്കണം എന്ന് നബി അവരോട് പറഞ്ഞത് കാണാം. അപ്പോൾ അല്ലാഹു തആലാൻ്റെ ഒരു തീരുമാനം, എന്തിനൊക്കെ ഉത്തരം നൽകണം ഉത്തരം നൽകണ്ടെന്ന് അള്ളാഹു തീരുമാനിച്ചതിന് ഉത്തരം അള്ളാഹു അത് നടപ്പിൽ വരുത്തും. എൻ്റെ ഉപ്പാക്ക് നീ പുറത്തു കൊടുക്കണം എന്ന് പറഞ്ഞപ്പോൾ അള്ളാഹ് പറഞ്ഞോ അത് തരൂല. കാരണം ഉപ്പ ശിർക്കിലാണ് മരിച്ചു പോയത്. ഉപ്പ ശിർക്ക് ചെയ്തുകൊണ്ടാണ് മരിച്ചു പോയത്, അത് പുറത്തു കൊടുക്കൂല എന്നാണ്. അതാണ് ഒലാ വഗ്ഫിർ ലി അബി, അത് വേറെ സ്ഥലത്തുണ്ട്. ആ പ്രാർത്ഥനയ്ക്ക് അള്ളാഹ് ഉത്തരം കൊടുത്തിട്ടില്ല. പിന്നെ ഇബ്രാഹിം നബിയുടെ മറ്റൊരു പ്രാർത്ഥന, ഒലാ തുഖ്സിനി യൗമ യുബ്അസൂൻ, ജനങ്ങളെ പുനരുജ്ജീവിപ്പിക്കുന്ന, ബഅസ് എന്ന് പറഞ്ഞാൽ പുനർജന്മം, ജനങ്ങളെ പുനർജീവിപ്പിക്കുന്ന ദിവസം എന്നെ നീ ഖിസീലാക്കരുതേ, ഒലാ തുഖ്സിനി, എന്നെ നീ നിന്ദ്യനാക്കരുതേ, വഷളാക്കരുതേ എന്നർത്ഥം. പുനർജീവിപ്പിക്കുമ്പോൾ എല്ലാവരുടെയും മില്ലത്തിൻ്റെ പിതാവാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം. അലാ ഇന്നഹു സയുജാഉ അലാ ഇന്നക്കും മഹ്ശുറൂന ഇലല്ലാഹി ഹുഫാത്തൻ ഉറാത്തൻ ഗുർലൻ കമാ ബദഅക്കും തഊദൂൻ അലാ ഇന്ന അവ്വലൽ ഖൽഖി യുക്സാ യൗമൽ ഖിയാമത്തി ഇബ്രാഹിം അലൈഹിസ്സലാം. നബി പഠിപ്പിച്ചു, പരലോകത്ത് നിങ്ങളെ ചേലാകർമ്മം ചെയ്യാത്ത, വസ്ത്രമില്ലാത്ത, ചെരുപ്പില്ലാത്ത നിങ്ങൾ എങ്ങനെയാണോ പെറ്റു വീണത് അതുപോലെ തന്നെ പരലോകത്ത് നിങ്ങളെ പുനരുജ്ജീവിപ്പിക്കും. പിന്നീട് വന്ന മാറ്റങ്ങളിൽ നിന്നൊക്കെ വ്യത്യസ്തമായി പഴയ രൂപത്തിൽ തന്നെ പുനരുജ്ജീവിപ്പിക്കും. ഇന്നക്കും മശ്റൂന ഇലല്ലാഹി ഹുഫാത്തൻ, കാലിൽ ചെരുപ്പില്ലാതെ, ഉറാത്തൻ, ശരീരത്തിൽ വസ്ത്രമില്ലാതെ, ഉർലൻ, ചേലാകർമ്മം ചെയ്യാതെ, കമാ ബദഅക്കും തഊദൂൻ, എങ്ങനെയാണോ നിങ്ങളുടെ ജീവിതം തുടങ്ങിയത് അതിലേക്ക് തന്നെ നിങ്ങൾ മടങ്ങും. എന്നിട്ട് അലാ ഇന്ന അവ്വലൽ ഖൽഖി യുക്സാ, ഇബ്രാഹിം അലൈഹിസ്സലാം
സൃഷ്ടികളിൽ വെച്ച് ആ മഹ്ശറ ലോകത്ത് ആദ്യമായിട്ട് കിസ്വ നൽകുന്ന ആൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനാണ്. കിസ്വ, വസ്ത്രം നൽകൽ, ആദ്യം വസ്ത്രം ധരിപ്പിക്കൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനാണ്. അത്രമാത്രം അള്ളാഹു ഇബ്രാഹിം നബിനെ ആദരിച്ച് ബഹുമാനിക്കും പരലോകത്തും ഈ അലോകത്തെന്ന പോലെ. അപ്പം മൂപ്പർക്ക് പേടി, അങ്ങനെ ബഹുമാനിക്കുന്ന ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ ബാപ്പാനെ നരകത്തിലിട്ട്, ജനങ്ങളുടെ അടിയിലിട്ട് നരകത്തിലിടുമ്പോൾ ഇബ്രാഹിം നബിക്ക് നിന്ദ്യതയല്ലേ? അപ്പോൾ പ്രാർത്ഥിച്ചു അദ്ദേഹം, ലാ തുഖ്സിനി യൗമ യുബ്അസൂൻ, ജനങ്ങളെ പുനരുജ്ജീവിപ്പിക്കുന്ന ദിവസം പഠിച്ചോനെ എന്നെ നീ വഷളാക്കരുതേ. നമ്മളിത്ര വലിയൊരു പ്രവാചകനായിട്ട് പിന്നെ ആ ബാപ്പാനെയും കൂടി നന്നാക്കാൻ കഴിയാതെ ബാപ്പാനെ പൊടി നരകത്തിലിടുമ്പോൾ ഇബ്രാഹിം നബിക്കൊരു വിഷമമുണ്ട്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്, ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ പിതാവിനെ മറ്റൊരു രൂപം മാറ്റിയിട്ട് അള്ളാഹു നരകത്തിലിടും, അത് ഇബ്രാഹിം നബിൻ്റെ പിതാവാണെന്ന് ആർക്കും അറിയില്ല, അങ്ങനെ നരകത്തിലിടും. മറ്റത് ആ പ്രാർത്ഥന, അള്ളാഹു ആ പ്രാർത്ഥന സ്വീകരിച്ചു എന്നാണ്. ഇബ്രാഹിം നബിനെ അവിടെ വെച്ച് വഷളാക്കുകയില്ല എന്നാണ് ആ പറയുന്നത്. എന്നാ വലാ തുഖ്സിനി യൗമ യുബ്അസൂൻ, ജനങ്ങളെ പുനരുജ്ജീവിപ്പിക്കുന്ന ദിവസം എന്നെ നീ വഷളാക്കരുതേ, നിന്ദ്യനാക്കരുതേ. ഏതാണ് ആ ദിവസം? യൗമ ലാ യൻഫഉ മാലുൻ വലാ ബനൂൻ ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം. യൗമ ലാ യൻഫഉ, ഉപകാരം കിട്ടാത്ത ഒരു ദിവസം. മാലുൻ, സമ്പത്തോ, വലാ ബനൂൻ, സന്താനങ്ങളോ ഉപകാരം ചെയ്യാത്ത ദിവസം. ഇല്ലാമൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം, സുരക്ഷിതമായ മനസ്സോടുകൂടി കൽബോടുകൂടി അള്ളാഹുവിൻ്റെ അടുക്കൽ ചെന്നവനല്ലാതെ. വലിയ സമ്പന്നനായി മരിച്ചു പോയിട്ടോ ഒരുപാട് മക്കളുണ്ടായിട്ട് മരിച്ചു പോയിട്ടോ ഒന്നും ഒരു ഉപകാരവും ആ മക്കളോ സമ്പത്തോ പരലോകത്ത് ചെയ്തു തരൂല. പിന്നെ എന്തുണ്ടാവണം? കൽബുൻ സലീം നമുക്ക് വേണം. എന്താണ് കൽബുൻ സലീം? സുരക്ഷിതമായ മനസ്സ്, അതായത് ഷിർക്കിൽ നിന്ന് മോചിച്ച മനസ്സ്, കാപട്യത്തിൽ നിന്ന് മോചിച്ച മനസ്സ്, ശുദ്ധമായ നല്ല മനുഷ്യ സ്നേഹമുള്ള മനസ്സ്, മാതാപിതാക്കളെയും ഗുരുനാഥന്മാരെയും മുതിർന്നവരെയും പാവങ്ങളെയും ഒക്കെ സ്നേഹിക്കുന്ന മനസ്സ്, സൗഹാർദ്ദത്തോടുകൂടി ജീവിച്ച് മരിച്ചുപോയ മനസ്സ്, എല്ലാ ബിദ്അത്തുകളിൽ നിന്നും തെറ്റുകളിൽ നിന്നും സുരക്ഷിതമായ മനസ്സ്, എല്ലാ നിലക്കും സുരക്ഷിതം. ഒന്നാമതായി നമ്മുടെ മനസ്സ് ശിർക്കിൽ നിന്ന് രക്ഷപ്പെടണം. പഠിച്ചവനല്ലാതെ എന്നെ രക്ഷിക്കാൻ ഈ ദുന്യാവിൽ ആരുമില്ല എന്ന ആ കൃത്യമായ ശിർക്കിൽ നിന്ന് രക്ഷപ്പെടണം. പിന്നെ കാപട്യം, ജനങ്ങളുടെ മുമ്പിൽ ഒരു മുഖം കാണിക്കുകയും നമ്മളെ വീട്ടിൽ ചെന്നാൽ അല്ലെങ്കിൽ നമ്മുടെ സ്വകാര്യ ജീവിതത്തിൽ ചെന്നാൽ മറ്റൊരു മുഖം കാണിക്കുകയും ചെയ്യുന്ന കാപട്യം നമുക്കുണ്ടാവരുത്. ജനങ്ങളോട് കരുണയില്ലാത്ത ക്രൂരമായ ഒരു മനസ്സാവരുത്. അങ്ങനെ എല്ലാ തിന്മയിൽ നിന്നും ഇല്ലാമൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം, സുരക്ഷിതമായ മനസ്സോടുകൂടി കൽബോടുകൂടി അള്ളാഹുവിൻ്റെ അടുക്കൽ ചെന്നവനല്ലാതെ രക്ഷപ്പെടാത്ത ഒരു ദിവസം. വ ഉസ്ലിഫത്തിൽ ജന്നത്തു ലിൽ മുത്തഖീൻ, ആ ഒരു പ്രാർത്ഥന ഇബ്രാഹിം നബി പ്രാർത്ഥിച്ചു അലൈഹിസ്സലാം. എന്നിട്ട് അള്ളാഹ് പറയാണ് വ ഉസ്ലിഫത്തിൽ ജന്നത്തു ലിൽ മുത്തഖീൻ, സ്വർഗം അടുപ്പിക്കപ്പെടും ലിൽ മുത്തഖീൻ, മുത്തഖീങ്ങളുടെ അടുത്തേക്ക്, അള്ളാഹുവിനെ സൂക്ഷിക്കുന്നവരുടെ അടുത്തേക്ക് സ്വർഗം അടുപ്പിക്കപ്പെടും എന്ന് പറഞ്ഞാൽ അവർക്കിങ്ങനെ സ്വർഗം ഇങ്ങനെ അടുത്തടുത്ത് അള്ളാഹു തആല കാണിച്ചു കൊടുക്കും. വ ബുർരിസത്തിൽ ജഹീം, എന്നാൽ നരകം, ജഹീം എന്ന് പറഞ്ഞ നരകത്തിൻ്റെ പേരാണ്, ജഹീം നരകം വെളിവാക്കി കൊടുക്കും ലിൽ ഗാവീൻ, അതിക്രമികൾക്ക്. ഗവാ എന്ന് പറഞ്ഞാൽ അതിക്രമിച്ചു എന്നാണ്, തെറ്റ് ചെയ്തു, ഗവായത്ത് അതിക്രമം. ലിൽ ഗാവീൻ, തെറ്റു ചെയ്ത അതിക്രമികൾക്ക് നരകം വെളിവാക്കി കൊടുക്കും. എന്നാൽ ആ മുത്തഖീങ്ങൾക്ക് സ്വർഗം അടുപ്പിച്ച് കാണിച്ചു കൊടുക്കും. എന്നിട്ട് അള്ളാഹു അവരോട് ചോദിക്കും, വഖീല, പറയപ്പെടും, ലഹും, ആ പാപ്പികളോട്, ഗാവികളോട്, ഗാവി എന്ന് പറഞ്ഞാൽ ഗവായത്തിൻ്റെ ആളുകൾ, തിന്മയുടെ ആളുകൾ, തെറ്റ് ചെയ്തവർക്ക് നരകം കാണിച്ചു കൊടുത്തുകൊണ്ട് അള്ളാഹു പറയപ്പെടും. അതായത് അള്ളാഹുവിൻ്റെ മലക്കുകൾ അവരോട് ചോദിക്കപ്പെടും, ഐനമാ കുൻതും തഅ്ബുദൂൻ, നിങ്ങൾ ആരാധിച്ചിരുന്നവയെല്ലാം എവിടെ പോയി? നരകം കാണിച്ചു കൊടുത്തിട്ട് അള്ളാഹ് ചോദിക്കുക, എവിടെയാണ് നിങ്ങൾ ആരാധിച്ചിരുന്നവയെല്ലാം? അതായത് നിങ്ങൾ സൃഷ്ടികളെ പൂജിച്ചിരുന്നുവല്ലോ, ലാത്തനെയും ഉസ്സനെയും മനാത്തനെയും ഉബുലിനെയും മൊയ്തനെയും ഒദ്ദനെയും സുവായിനെയും, പിൽക്കാലത്തുള്ള മഹാന്മാരെയും
സാലിഹീങ്ങളെയൊക്കെ നിങ്ങൾ പ്രാർത്ഥിച്ചിരുന്നല്ലോ, ഓലൊക്കെ ഞങ്ങളെ രക്ഷപ്പെടുത്തുമെന്ന് വിചാരിച്ച് ആ പ്രാർത്ഥിക്കപ്പെട്ടിരുന്നവർ ഐനമാ കുൻതും തഅ്ബുദൂന മിൻ ദൂനില്ലാ, അള്ളാഹുവിൻ്റെ പുറമെ നിങ്ങൾ ആരാധിച്ചിരുന്നവർ എവിടെ? ഓലൊക്കെ എവിടെ? നരക തങ്ങളെ മുമ്പിൽ. നീ ചാടാൻ പോവുകയാണ്, ഇതിൽ നിങ്ങളെ പിടിച്ചിടാൻ പോവുകയാണ്. എവിടെ നിങ്ങളെ രക്ഷിക്കാനുള്ള ആളുകൾ? അവരെ നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിച്ചിരുന്നു, അവർക്ക് നിങ്ങൾ കൈമടക്ക് കൊടുത്തിരുന്നു, അവരെ നിങ്ങൾ പിന്നെ അവരുടെ കബറിങ്കൽ പോയി നിങ്ങൾ അവരെ ബഹുമാനിച്ചിരുന്നു, ആദരിച്ചിരുന്നു. ഓലം നിങ്ങളെ രക്ഷപ്പെടുത്താനില്ലല്ലോ. അതാണ് ഐനമാ കുൻതും തഅ്ബുദൂന മിൻ ദൂനില്ലാ, അള്ളാഹുവിൻ്റെ പുറമെ നിങ്ങൾ ആരാധിച്ചിരുന്നവരും വിളിച്ച് പ്രാർത്ഥിച്ചിരുന്നവരും എവിടെ പോയി? ഹൽ യൻസുറൂനക്കും, അവർ നിങ്ങളെ സഹായിക്കുമോ? ഹൽ യൻസുറൂനക്കും, നിങ്ങളെ അവർ സഹായിക്കുമോ? ഔ യൻതസിറൂൻ, അല്ലെങ്കിൽ അവർക്ക് സഹായം ലഭിക്കുമോ? നിങ്ങളെ സഹായിക്കാൻ പോലും വരുമോ? ഇനി അത് പോട്ടെ, അവർക്കെങ്കിലും എവിടുന്നെങ്കിലും സഹായം കിട്ടുമോ? ഒന്നുമില്ല. അള്ളാഹിൻ്റെ അടുക്കൽ നിന്നല്ലാതെ സഹായമില്ലല്ലോ. ഫകുബിക്കിബു ഫിഹ, അങ്ങനെ അവർ അതിൽ മുഖം കുത്തി തള്ളപ്പെടും. കബ് എന്ന് പറഞ്ഞാൽ അവരെ മുഖം കുത്തി ആ ജഹീമിലേക്ക് തള്ളപ്പെടും. ഹും, അവരും വൽ ഗാവൂൻ, വഴിപേച്ചവരും ആ നരകത്തിലേക്ക് മുഖം കുത്തി വീഴ്ത്തപ്പെടും. വജുനൂദു ഇബ്ലീസ, ഇബ്ലീസിൻ്റെ സൈന്യങ്ങളെയും അജ്മഊൻ, എല്ലാവരും. ഇബ്ലീസിൻ്റെ സൈന്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഇബ്ലീസിൻ്റെ വഴി കേട്ട് ജീവിച്ച എല്ലാ മനുഷ്യരെയും, അവർ ആരാധ്യരായി വച്ചിരുന്ന വസ്തുക്കളെയും എല്ലാം, കല്ലുകളെയും മരങ്ങളെയും സ്വർണങ്ങളെയും ലോഹങ്ങളെയും ഒക്കെ അല്ലാഹു തആല നരകത്തിലേക്കിടും. വജുനൂദു ഇബ്ലീസ അജ്മഊൻ, ഇബ്ലീസിൻ്റെ ജുന്ദുൻ സൈന്യം, ജുനൂദ് സൈന്യങ്ങൾ, ഇബ്ലീസിൻ്റെ സൈന്യങ്ങളെയും നരകത്തിലിടും. കാലു, അവർ ചോദിക്കും. അപ്പം അവർ പറയും, അതായത് ആരാധ്യ വസ്തുക്കൾ ഉണ്ടായിരുന്നല്ലോ, അവരെ വഴിവേൽപ്പിച്ച ആളുകളും ഞങ്ങൾ ആരാധിച്ചാളി, ഞങ്ങളോട് ചോദിച്ചോളി എന്നൊക്കെ പറയുന്ന ആളുകൾ, അവരെ ആരാധിച്ചവരും ആരാധിക്കപ്പെട്ടവരും അവരെ തിന്മയിലേക്ക് വിളിച്ചവരും എല്ലാവരെയും നരകത്തിൽ കൊണ്ടുപോയി ഇടും. കാലു, അവർ പറയും, വഹും ഫിഹാ യഖ്തസിമൂൻ, ആ നരകത്തിൽ വെച്ച് അവർ പരസ്പരം ഖിസാമിലാണ്, തർക്കിക്കുന്നവരായിരിക്കും. നരകത്തിൽ കടന്ന് തർക്കിച്ചുകൊണ്ട് അവർ പറയും, തല്ലാഹി, അള്ളാഹുവിനെ തന്നെയാണ് സത്യം. തല്ലാഹി എന്ന് പറഞ്ഞാലും വല്ലാഹി എന്ന് പറഞ്ഞാലും ഒരേ അർത്ഥമാണ്. തല്ലാഹി, അള്ളാഹുവെ തന്നെയാണ് സത്യം. ഇൻ കുന്നാ ലഫീ ളലാലിൻ മുബീൻ, തീർച്ചയായും ഞങ്ങൾ വ്യക്തമായ ലലാലത്തിലായിരിക്കുന്നു. ഇൻ കുന്ന, തീർച്ചയായും ഞങ്ങളായിരിക്കുന്നു. ഇന്നാ കുന്ന എന്നുള്ള അർത്ഥമാണ്. ഫീ ളലാലിൻ മുബീൻ, വ്യക്തമായ വഴികേടിലായിരിക്കുന്നു. ഇത് നുസവ്വീക്കും, ഞങ്ങൾ നിങ്ങളെ സമപ്പെടുത്തിയപ്പോൾ ബിറബ്ബിൽ ആലമീൻ, റബ്ബുൽ ആലമീനായ അള്ളാഹുവിനോട് നിങ്ങളെ സമപ്പെടുത്തിക്കൊണ്ട് ജീവിച്ചപ്പോൾ ഞങ്ങൾ വഴികേടിലായിരുന്നു. അതായത് നിങ്ങൾ തന്നെയാണ് റബ്ബുൽ ആലമീൻ, നിങ്ങൾ തന്നെയാണ് ലോകം നിയന്ത്രിക്കുന്നവർ, നിങ്ങൾ തന്നെയാണ് നമ്മളെ രക്ഷപ്പെടുത്താനുള്ളവർ എന്ന് പറഞ്ഞ് അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു തേടുകയും അവരെ റബ്ബിനോട് സമപ്പെടുത്തുകയും ചെയ്തപ്പോൾ ഞങ്ങൾ വഴിവേക്കുകയായിരുന്നു എന്ന് അവിടെ വെച്ച് അവരങ്ങോട്ടും തർക്കിച്ച് പറയാണ്. ഇത് നുസവ്വീക്കും ബിറബ്ബിൽ ആലമീൻ, റബ്ബുൽ ആലമീനോട് ഞങ്ങൾ നിങ്ങളെ സമപ്പെടുത്തിയപ്പോൾ ഒമാ അളല്ലന, ഞങ്ങളെ പിഴപ്പിച്ചിരുന്നില്ല, ഇല്ലൽ മുജ്രിമൂൻ, അക്രമികളല്ലാതെ. അതായത് അവിടെ ഖേദം പ്രകടിപ്പിക്കുകയാണ്. ഞങ്ങളെ കുറേ അക്രമികൾ പേപ്പിച്ചു, നിങ്ങൾ റബ്ബിനോട് തുല്യമായവരാണെന്ന് ഞങ്ങൾ വിചാരിച്ചു. ഇപ്പം നിങ്ങൾക്കും സഹായമില്ല, ഞങ്ങൾക്കും സഹായം കിട്ടാൻ വഴിയില്ല. ഫമാലന മിൻ ഷാഫിഈൻ, ഇപ്പോൾ മാലന, ഞങ്ങൾക്കില്ലല്ലോ, മിൻ ഷാഫിഈൻ, ഒരു ഷഫാഅത്ത് ചെയ്യുന്നവരാരും നമുക്കില്ലല്ലോ, ഞങ്ങൾക്കില്ലാതെ പോയല്ലോ. ഫമാലന മിൻ ഷാഫിഈൻ, ഞങ്ങൾക്ക് ശുപാർശ ചെയ്യുന്നവരില്ലല്ലോ. വലാ സദീഖിൻ ഹമീം, ഉറ്റ സുഹൃത്തുക്കളും ഇല്ലല്ലോ. സദീഖ് എന്ന് പറഞ്ഞാൽ കൂട്ടുകാരൻ, ഹമീം എന്ന് പറഞ്ഞാൽ ഉറ്റ ചൂടുള്ള കൂട്ടുകാരെന്ന്, അത് ഏറ്റവും ഉറ്റ ബന്ധു, ഏറ്റവും അടുത്ത ബന്ധുക്കളാരും ഞങ്ങൾക്കില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് അവരെ പിഴപ്പിച്ച ആളുകളും പിഴച്ചു പോയ ആളുകളും തമ്മിൽ ഇത് യഖ്തസിമൂൻ, തർക്കിക്കും നരകത്തിൽ വെച്ച്. എന്നിട്ട് അവർ പറയും, ഫലൗ അന്ന ലനാ കറത്തൻ,
ഞങ്ങൾക്ക് ഒരാവർത്തി കൂടി മടക്കമുണ്ടായിരുന്നെങ്കിൽ, കറത്ത് എന്ന് പറഞ്ഞാൽ ഒരു മടക്കം, ദുന്യാവിലേക്ക് ഒരു കറത്ത് കൂടി, ഒരു മടക്കവും കൂടി ഞങ്ങൾക്ക് അവസരം കിട്ടിയിരുന്നുവെങ്കിൽ ഫനകൂന മിനൽ മുഅ്മിനീൻ, ഞങ്ങൾ വിശ്വാസികളുടെ കൂട്ടത്തിൽ പെടുമായിരുന്നു. അപ്പോഴാണ് അവർക്ക് ബോധ്യമാകുക ഞങ്ങൾ വിശ്വാസികളല്ല. മറ്റു പലരെയും വിളിച്ചു പ്രാർത്ഥിച്ചും അവർ പറഞ്ഞത് കേട്ടും പലരും ഇന്നതിലേക്ക് നമ്മളെ ക്ഷണിച്ചപ്പോൾ അത് കേട്ട് ജീവിച്ച് വഴിതെറ്റിപ്പോയവരാണെന്ന് അവർക്ക് ബോധ്യപ്പെടും. ഒരാവർത്തി കൂടി ഞങ്ങൾക്കുണ്ടായിരുന്നുവെങ്കിൽ ഫനകൂന മിനൽ മുഅ്മിനീൻ, ഞങ്ങൾ ശരിക്കും അള്ളാഹുവിൽ വിശ്വസിച്ചവരുടെ കൂട്ടത്തിൽ പെടുമായിരുന്നു. ഇത് നരകത്തിലുണ്ടാകാവുന്ന ഒരവസ്ഥയാണ്. നമുക്കിതിൽ മനസ്സിലാക്കാനുള്ള അതാണ്, നമ്മളിങ്ങനെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞത് കേട്ട് അതിൻ്റെ പിന്നാലെ അങ്ങനെ പോവുകയല്ല വേണ്ടത്. നമ്മൾ കാര്യങ്ങൾ പഠിക്കുകയും മനസ്സിലാക്കുകയും അള്ളാഹുവിനെ മാത്രം ആരാധിച്ച് അള്ളാഹും റസൂലും പഠിപ്പിച്ചു തന്നത് മനസ്സിലാക്കി ജീവിച്ചിട്ടില്ലെങ്കിൽ ആരെങ്കിലും പിന്നാലെ പോയാൽ, അത് ആരാവട്ടെ, മഹാന്മാരാവട്ടെ, അല്ലെങ്കിൽ പാർട്ടിക്കാരാവട്ടെ, അല്ലെങ്കിൽ നമ്മുടെ വിഭാഗക്കാരാവട്ടെ, ഏതെങ്കിലും ഗ്രൂപ്പുകാരാവട്ടെ, ഓല് പറയേണ്ടതിൻ്റെ പിന്നാലെ അങ്ങനെ നമ്മളൊന്നും അറിയാതെ പോയാൽ പിഴച്ചു പോകും. അപ്പോൾ അവർ പറയുന്നതിൻ്റെ പിന്നാലെ നമുക്ക് പോകാം, അവർ പറഞ്ഞു തരുന്നത് ശരിയാണെങ്കിൽ. ആരായിരുന്നാലും നമുക്ക് പറഞ്ഞു തരുന്നത് സത്യവും നേരുമാണ്, ഖുർആനിൻ്റെയും സുന്നത്തിൻ്റെയും അടിസ്ഥാനത്തിലുള്ള ഹക്കിലേക്കാണ് വിളിക്കുന്നതെങ്കിൽ നമുക്ക് പോകാം. ഹക്കിലേക്കല്ലെങ്കിൽ ആര് പറഞ്ഞാലും നമ്മൾ പോകേണ്ടതില്ല. കാരണം അവരാരും നമ്മളെ രക്ഷപ്പെടുത്തൂല, നമ്മൾ മാത്രമാണ്. അംലം യുനബ്ബ ബിമാ ഫീ സുഹഫി മൂസ, മൂസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ വേദഗ്രന്ഥത്തിലുള്ളത് അവർക്ക് കിട്ടിയിട്ടില്ലേ, വിവരം കിട്ടിയിട്ടില്ലേ? ഇബ്രാഹിം അല്ലദീ വഫ, അള്ളാഹുവിനോടുള്ള എല്ലാ ബാധ്യതകളും തീർത്ത ഇബ്രാഹിം നബിയുടെ വേദഗ്രന്ഥത്തിലുള്ളത് എന്താണത്? അൻ ലൈസ ലിൽ ഇൻസാനി ഇല്ലാ മാ സഅ, ഒരു മനുഷ്യനും അവൻ ചെയ്തതല്ലാതെ വേറൊന്നും ഉണ്ടാവില്ല. വ അന്ന സഅയഹു സൗഫ യുറാ അല്ല അല്ലാ തസിറു വാസിറത്തും വിസ്റ ഉഖ്റ, ഒരാളും മറ്റൊരാളുടെ പാപം ഏറ്റെടുക്കുകയില്ല. വ അൻ ലൈസ ലിൽ ഇൻസാനി ഇല്ലാ മാ സഅ ഫലൗ അന്ന ലനാ കറത്തൻ ഫനകൂന മിനൽ മുഅ്മിനീൻ. കറത്ത് എന്ന് പറഞ്ഞാൽ ഒരു മടക്കം, ഒരു മടക്കവും കൂടി ഞങ്ങൾക്കുണ്ടായിരുന്നുവെങ്കിൽ ഞങ്ങൾ വിശ്വാസികളാവുമായിരുന്നു. ഇവിടെയാണ് നമ്മളെ ആരും നമ്മളെ രക്ഷിക്കില്ല, നമ്മളെ കുറ്റം ആരും ഏറ്റെടുക്കില്ല, വേറൊരാളെ കുറ്റം നമ്മളും ഏറ്റെടുക്കേണ്ടി വരില്ല. നമുക്ക് അധ്വാനിച്ചതും നമ്മൾ പ്രവർത്തിച്ചതുമേ നമുക്കുണ്ടാവുകയുള്ളൂ. അതാണ് ഇതിൽ കൂടി അവിടെ നരകത്തിൽ വെച്ച് തർക്കിക്കുന്നത്. ഞങ്ങൾ നിങ്ങളെ കണ്ടിട്ടാണല്ലോ ജീവിച്ചത്, നിങ്ങൾ നല്ല കാര്യങ്ങൾ പറഞ്ഞു, ഇതാണ് ഞങ്ങൾ പറഞ്ഞത് കേട്ടോളി എന്ന് പറഞ്ഞിട്ടാണല്ലോ ജീവിച്ചത് എന്ന് പറയുമ്പോൾ എല്ലാവരും പറയുന്നതിൻ്റെ പിന്നാലെയാണ് പോവല്ല വേണ്ടത്. നമ്മളും കുറച്ചൊക്കെ നമ്മളെ ബുദ്ധി കൊണ്ട്, ബാക്കിയുള്ള എല്ലാ കാര്യവും നമ്മൾ ബുദ്ധി കൊണ്ട് പഠിച്ചിട്ടുണ്ടല്ലോ. നമ്മളെ ദുന്യാവിൻ്റെ കാര്യം ആൾക്കാർ പറഞ്ഞിട്ട് കേട്ടിട്ടല്ലോ നമ്മൾ ചെയ്യുന്നത്. എല്ലാവരും ചെയ്യുന്നുണ്ട്. ഒരു ബിസിനസ് ചെയ്യുമ്പോൾ വേറൊരാൾ അതിൽ നിന്ന് വ്യത്യസ്തമായൊരു ബിസിനസ് കണ്ടെത്തുന്നു, അയാളുടെ ജീവിതം നന്നാക്കി എടുക്കാൻ വേണ്ടി. എല്ലാവരും ഒരു കോഴ്സിന് പോകുമ്പോൾ എൻ്റെ കുട്ടീനെ ഞാൻ വേറെ കോഴ്സിന് പോകുന്നു, അതെന്താ? നമ്മൾ ആലോചിച്ചുണ്ടാക്കുകയാണ്. നമ്മൾ ഓരോ വിഷയത്തിലും നമുക്ക് ശരിയായും നമുക്ക് ഗുണകരമായും വരുന്നത് നമ്മൾ ദുന്യാവിൻ്റെ കാര്യത്തിൽ കണ്ടെത്തി പഠിച്ച് മനസ്സിലാക്കുന്നുണ്ടല്ലോ. അത് ആഖിറത്തിൻ്റെ കാര്യത്തിലും നമ്മൾ കണ്ടെത്തി പഠിച്ച് മനസ്സിലാക്കണം. ആരെങ്കിലും പറഞ്ഞതിൻ്റെ പിന്നാലെ അന്ധമായ അനുകരണമല്ല വേണ്ടത്, ബോധപൂർവമായ പിന്തുടർച്ചയാണ് നമുക്ക് വേണ്ടത്. അതന്നെയാണ് ദീനിൻ്റെ കാര്യത്തിൽ. അങ്ങനെയാണ്ട് പഠിച്ച് മനസ്സിലാക്കാതെ നമ്മൾ കാര്യങ്ങൾ ബോധ്യപ്പെടാതെ നമ്മൾ പിന്നാലെ കൂടരുത്. ഒരു ഊക്കിനങ്ങനെ ഇതൊക്കെ ഇപ്പം ചെയ്തോളൂ, ഇതൊക്കെ ഹറാമ്, അതൊക്കെ ഹറാം, പിന്നെ അതൊക്കെ ഹലാല്, അതൊക്കെ ഹലാൽ, അങ്ങനെ പൗരോഹിത്യത്തിൻ്റെ പിന്നാലെ പോവല്ല വേണ്ടത്. അങ്ങനെ ആയാലുണ്ടാവുന്ന അപകടമാണ് ഒരാവർത്തി കൂടി ഫലൗ അന്നലന കറത്തൻ, ഒരാവർത്തി കൂടി ജീവിക്കാൻ വേണ്ടി മടക്കി വന്നിരുന്നെങ്കിൽ ഞങ്ങൾ മോമിനീങ്ങളായിരുന്നു എന്ന് പറയുന്ന ഒരു സ്ഥിതി വരും. അള്ളാഹു പരലോകത്തുന്ന ആരെയും നീ ഒരു രണ്ടാം വട്ടം ദുന്യാവിലേക്ക് പോയി ശരിയായി വരീന്ന് പറഞ്ഞ് വിടൂല്ലോ. അതാണ് ഇന്ന ഫീ ദാലിക ലആയ, തീർച്ചയായും ഈ പറഞ്ഞതിലെല്ലാം ദൃഷ്ടാന്തങ്ങളുണ്ട്. ഇതിലൊക്കെ കുറേ ദൃഷ്ടാന്തമുണ്ട്, നമ്മൾ പഠിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട് എന്നാണല്ലോ പറയുന്നത്. ഇന്ന ഫീ ദാലിക ലആയ വമാ കാന അക്സറുഹും മുഅ്മിനീൻ, എന്നാൽ അവരിൽ അധിക പേരും, ആ മനുഷ്യരിൽ അധിക പേരും വിശ്വാസികളല്ല.
ഇതൊന്നും വിശ്വസിച്ച് നേർക്കുനേരെ ജീവിക്കുന്നവരല്ല അധിക പേരും. അപ്പോൾ ആ അധിക പേരിലല്ല നമ്മൾ ആവേണ്ടത്. അതൊരു ആൾക്കൂട്ടത്തിലല്ല, ബഹുജനങ്ങളുടെ കൂടെയല്ല, അതിൽ നിന്ന് മാറി ചിന്തിച്ച് നേരായ മാർഗത്തിൽ ജീവിക്കുന്നവരുടെ കൂടെയാണ് നമ്മൾ വേണ്ടത് എന്നർത്ഥം. ഉമാക്കാന അക്സറുഹും മുഅ്മിനീൻ, അവരിൽ അധിക പേരും വിശ്വാസികളല്ല. വ ഇന്ന റബ്ബക, തീർച്ചയായും നിൻ്റെ റബ്ബ്, ലഹുവൽ അസീസ്, അവൻ പ്രതാപിയാണ്, അർ റഹീം, കാരുണ്യവാനാണ്. രണ്ട് വാക്ക് അള്ളാഹുവിൻ്റെ അസ്മാഉൽ ഹുസ്ന അവിടെ പറയുന്നുണ്ട്. ഒന്ന്, അള്ളാഹ് പ്രതാപിയാണ് എന്ന് പറഞ്ഞാൽ ഇതൊക്കെ സ്വീകരിച്ചിട്ട് നിങ്ങൾ ജീവിക്കാതെ നിങ്ങൾ തോന്നിയ മാതിരി ജീവിച്ചാൽ അള്ളാഹ്ക്കൊരു പരിക്കും പറ്റൂല. അള്ളാഹ് അതിനേക്കാളൊക്കെ ഉയരത്തിലാണ്. അത് നമുക്ക് വേണമെങ്കിൽ സ്ഥിതിക്കാം. പക്ഷേ നമ്മളതൊക്കെ സ്വീകരിക്കാൻ തയ്യാറായാലോ അള്ളാഹു റഹീമാണ്. നമ്മളെടുത്തു നിന്നുള്ള വീഴ്ചകൾ അള്ളാഹു പുറത്തു തരും. അള്ളാഹ് കരുണ ചെയ്ത് നമ്മളെ നന്മയിലേക്ക് മടക്കും. അതല്ല നമ്മൾ ഇതൊന്നും ഇല്ലാതെ ഞാൻ പണ്ട കാക്കക്കാരണവന്മാരെ മാതിരി തന്നെ അത് ജീവിക്കുള്ളൂ എന്ന് പറഞ്ഞാലോ അള്ളാഹ്ക്കൊരു നഷ്ടവുമില്ല. അള്ളാഹു ഇതിൻ്റെ എല്ലാം അസീസ്, പ്രതാപിയാണ്. രണ്ട് സിഫത്ത് ഇവിടെ പറഞ്ഞതിന് വലിയ അർത്ഥമുണ്ട്. നമ്മൾ നേരെയാകാൻ തയ്യാറായാൽ അള്ളാഹു ദയ കാണിക്കും. നമുക്കത് പഠിക്കാനും നേരെയാവാനും നല്ല നിലയ്ക്ക് ജീവിക്കാനുള്ള അവസരമല്ല തരും. അതല്ല നമ്മൾ പോകേണ്ട വഴിക്കേ പോവുള്ളൂ എന്ന് പറഞ്ഞാൽ അള്ളാഹ് നമ്മളെ വിടും. കാരണം അള്ളാഹ്ക്കൊരു പരിക്കും ഉണ്ടാവില്ല നമ്മൾ തോന്നിവാസികളായാൽ. അള്ളാഹു അതിനെല്ലാം ഉയർന്നവനാണ്. വഇന്ന റബ്ബക ലഹുവൽ അസീസുർ റഹീം. അപ്പോൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ ആ സംഭവം അവിടെ അവസാനിക്കുകയാണ്. മറ്റൊന്നുകൂടി, കദ്ദബത്ത് ഖൗമു നോഹിൻ, നോഹി നബി അലൈഹി സ്വലാമിൻ്റെ ജനതയും കളവാക്കി അൽ മുർസലീൻ, മുർസലുകളെ. മുഹമ്മദ് നബിൻ്റെ അനുയായികളോടാണ് പറയേണ്ടത്. ഇബ്രാഹിം നബിൻ്റെ ആൾക്കാർ അങ്ങനെ ചെയ്തു, മൂസാ നബിൻ്റെ ആൾക്കാർ ചെയ്തു. കദ്ദബത്ത് ഖൗമു നോഹിൻ, നോഹിൻ്റെ ഖൗമും കളവാക്കി അൽ മുർസലീൻ, അവരിലേക്ക് നിയോഗിക്കപ്പെട്ട മുർസലുകളെ. ഇത് ഖാല ലഹും അഖൂഹും നോഹുൻ, അവരുടെ സഹോദരനായ നോഹ് അവരോട് പറഞ്ഞു, അലാ തത്തഖൂൻ, നിങ്ങൾ സൂക്ഷിക്കുന്നില്ലേ? അവരുടെ സഹോദരൻ എന്ന് പറഞ്ഞാൽ നോഹ് അവരുടെ കൂട്ടത്തിൽ ജീവിച്ച് അവർക്ക് സത്യവാനാണെന്ന് ബോധ്യപ്പെട്ട് അവരുടെ മുമ്പിൽ മാതൃകാപുരുഷനായിരുന്നു നോഹ്. അവരുടെ ഒരു സഹോദരൻ തന്നെയാണ് നോഹ്. അദ്ദേഹം അവരോട് പറഞ്ഞ സന്ദർഭം, അലാ തത്തഖൂൻ, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്നില്ലേ? ഇന്നീലക്കും റസൂലുൻ അമീൻ, ഞാൻ നിങ്ങൾക്ക് വിശ്വസ്തനായ ഒരു റസൂലാണ്. ഒരിക്കലും മുനോയ് നബിൻ്റെ ആളുകൾക്ക് നീ വിശ്വസ്തനല്ല, നീ കള്ളനാണെന്നോ വ്യാജനാണെന്നോ അവർക്ക് പറയാൻ കഴിഞ്ഞില്ല. കാരണം അല്ലാഹു തആല സമൂഹത്തിലെ ഏറ്റവും വിശ്വസ്തരെയാണ് പ്രവാചകന്മാരെയാക്കി അയക്കുക. അത് അദ്ദേഹം തുറന്നു പറയാം, ഞാൻ വിശ്വസ്തനായ പ്രവാചകനാണ്, എന്നിൽ നിങ്ങൾക്ക് വിശ്വാസം നഷ്ടപ്പെടാനൊരു കാരണം ഇതുവരെ ഉണ്ടായിട്ടില്ലല്ലോ. മുഹമ്മദ് നബിനെ അങ്ങനെയല്ല പറഞ്ഞത്, അമീനാണ്. ഇന്നീലക്കും റസൂലുൻ അമീൻ, അതുകൊണ്ട് ഞാൻ നിങ്ങളെ ചതിക്കൂല, വിശ്വസ്തനായ ദൂതനാണ്. ഫത്തഖുല്ലാഹ, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം. വ അത്യഊനി, എന്നെ നിങ്ങൾ അനുസരിച്ച് ജീവിക്കുകയും വേണം. ഒമാ അസ്അലുക്കും, ഞാൻ നിങ്ങളോട് ചോദിക്കുന്നില്ല, മിൻ അജ്രിൻ, ഒരു കൂലിയും ചോദിക്കുന്നില്ല. നിങ്ങൾ എന്നെ വിശ്വസിച്ച് എനിക്കെന്തെങ്കിലുമൊക്കെ തന്ന് എന്നെ സമ്പന്നനാക്കണം, ഞാൻ നിങ്ങളോട് അജ്ർ ചോദിക്കുന്നില്ല. ഇൻ അജ്രിയ, എൻ്റെ പ്രതിഫലം ഇല്ലാ അലാ റബ്ബിൽ ആലമീൻ, റബ്ബുൽ ആലമീനായ അള്ളാഹുവിൻ്റെ മേൽ മാത്രമാണ് എനിക്ക് പ്രതിഫലം തരാൻ അർഹതയുള്ളത്. അള്ളാഹ് എനിക്ക് പ്രതിഫലം തരും, അവൻ്റെ ബാധ്യതയാണ് എനിക്ക് പ്രതിഫലം തരല്, അല്ലാതെ ഞാൻ നിങ്ങളോടൊന്നും അജ്ർ ചോദിക്കുന്നില്ല. ഫത്തഖുല്ലാഹ, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം. വ അത്തിയൂൻ, നിങ്ങൾ എന്നെ അനുസരിക്കുകയും ചെയ്യണം എന്ന് നോഹ് നബി അലൈഹിസ്സലാം ആ ജനങ്ങളോട് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞ വാക്കെന്താണ്? ഖാലു, അവർ പറഞ്ഞു, അനുഉമിനു ലക, ഞങ്ങൾ നിന്നിൽ വിശ്വസിക്കണമോ? വത്തബഅകൽ അർദലൂൻ, ഞങ്ങളെക്കാളും താഴ്ന്നവരാണല്ലോ നിന്നെ പിന്തുടർന്നവർ. നോഹ് നബി അലൈഹി സ്വലാം പ്രബോധനം നടത്തിയപ്പോൾ അദ്ദേഹത്തെ പിന്തുടർന്ന് ജീവിച്ചവർ ആ സമൂഹത്തിലെ താഴ്ന്ന ആളുകളായിരുന്നു. മുഫസ്സിറുകൾ പറയുന്നുണ്ട്, അവിടെയുണ്ടായിരുന്ന ക്ഷുരകന്മാർ സമൂഹത്തിൽ, സ്വാഭാവികമായും സമൂഹത്തിൽ അവരൊക്കെ ആ പ്രമാണിമാരെക്കാളും താഴ്ന്നവരാണ് എന്നാണല്ലോ അവർ കരുതിയാൽ. അങ്ങനെയുള്ള താഴ്ന്ന ജോലികൾ ചെയ്തിരുന്ന ആളുകളാണ് ആദ്യമായി ഇസ്ലാമിലേക്ക് വന്നത് നോഹ് നബി അലൈഹി ഇസ്ലാമിൻ്റെ കാലത്ത്. അത് തന്നെയാണ് മുഹമ്മദ് നബിയുടെയും കാലത്ത് കാണാം. ബിലാൽ, അമ്മാർ, യാസിർ, സുമയ്യ
റളിയല്ലാഹുവിനും അബൂ പോലെയുള്ള ആളുകളാണ് ആദ്യമായിട്ട് ഇസ്ലാമിലേക്ക് വരുന്നവർ, പ്രമാണിമാരല്ല. അപ്പോൾ അതുപോലെ അനുഅ്മിനുലക, ഞങ്ങൾ നിന്നെ വിശ്വസിക്കണമോ, വത്തബഅകൽ അർദലൂൻ, നിന്ദ്യന്മാരായിട്ടുള്ള, അർദൽ എന്ന് പറഞ്ഞാൽ അറാദിലുന്നാസ്, നിന്ദ്യന്മാർ, സമൂഹത്തിൽ താഴേക്കടയിലുള്ളവർ നിന്നെ പിൻപറ്റിയിരിക്കുന്നു, അതുകൊണ്ട് ഞങ്ങൾ നിന്നെ വിശ്വസിക്കണമോ എന്ന് നോഹ് നബി അലൈഹിസ്സലാമിനോട് അവർ പറഞ്ഞു. അപ്പോൾ നോഹ് നബി പറഞ്ഞു, ദീനിൻ്റെ കാര്യത്തിൽ താഴ്ന്ന ആളുകളും മുന്തിയ ആളുകളൊന്നുമില്ല. ദീനിൻ്റെ കാര്യത്തിൽ, ദുനിയാവിൻ്റെ കാര്യത്തിൽ ഒരുപക്ഷെ താഴ്ന്നവരായിരിക്കും. അള്ളാഹുവിൽ വിശ്വസിച്ചതോടുകൂടി ഇന്ന അക്രമക്കും ഇന്ദല്ലാഹി അത്ഖാക്കും എന്ന് നബി പറഞ്ഞല്ലോ. നിങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും തഖ്വയുള്ളവനാണ് ആദരവുള്ളവൻ. അല്ലാതെ നിങ്ങളുടെ തറവാടും അതൊക്കെ ദുനിയാവിൻ്റെ കാര്യത്തിലാവാം. അള്ളാഹുവിൻ്റെ അടുക്കൽ ഇതാണ് എന്ന ഒരു അർത്ഥത്തിലുള്ള വാക്കാണ് ഇനി നോഹ് നബി അലൈഹിസ്സലാം പറയുന്നത്. നമുക്ക് ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അള്ളാഹു ഈ പ്രവാചകന്മാരെ പിന്തുടർന്ന് ജീവിക്കുന്നവരിൽ നമ്മളെല്ലാം ഉൾപ്പെടുത്തുമാറാവട്ടെ. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.